بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതവും ദർശനവും എന്ന പ്രൗഢോജ്ജലമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ ഫദുൽ ഹഖ് ഉമരി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹാദരണീയരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എന്നുവേണ്ട നമ്മുടെ ഓരോ ചലനങ്ങളിലും ഇഖ്ലാസും ആത്മാർത്ഥതയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യുവാനുമുള്ള നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നാളെ പരലോകത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അല്പസമയം നിങ്ങളുമായി ചേർന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ദർശനവും. ഈ ലോകത്ത് ഒരുപാട് മഹാന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിലും മറക്കാത്ത, എല്ലാവരാലും എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തൽപര കക്ഷികൾ വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഏടുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹലോകത്തെ നന്മക്കും പരലോകത്തെ വിജയത്തിനും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതവും ആ പ്രവാചകൻ നൽകിയ അധ്യാപനങ്ങളും അത് മുസ്ലിം എന്ന് പേരുള്ള ആളുകൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല. ചില മുസ്ലിം സഹോദരന്മാർക്ക് തന്നെ അങ്ങനെ ഒരു ധാരണയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കുള്ള പ്രവാചകനാണ്. ആ പ്രവാചകനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെയല്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയാണ്. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും നന്മയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഊണും ആ പ്രവാചകന്റെ ഉറക്കവും ആ പ്രവാചകന്റെ നടത്തവും ആ പ്രവാചകന്റെ സ്വഭാവവും സംസ്കാരവും പെരുമാറ്റ മര്യാദകളും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു പ്രത്യേകമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് ലോകത്ത് വരാനിരിക്കുന്ന സകലമായ മനുഷ്യന്മാർക്കും ഏത് തരം ദർശനങ്ങളുമായി ചിന്തകളുമായി നടക്കുന്ന ആളുകൾക്കും അവരോടൊക്കെ പറയാനുള്ളത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമാണ്. ഞങ്ങൾക്ക് സഹോദരാ, നിന്റെ വിശ്വാസം പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം. സഹോദരാ, നിന്റെ കുടുംബം പ്രവാചകൻ പഠിപ്പിച്ച കുടുംബമായിരിക്കണം. സഹോദരാ, നിന്റെ കച്ചവടം പ്രവാചകൻ പഠിപ്പിച്ച കച്ചവടമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന അമുസ്ലിം എന്ന വേർതിരിവില്ലാതെ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ട് ഇറങ്ങിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കുവാനുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രിയിലാകട്ടെ പകലിലാകട്ടെ, ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതമാകട്ടെ സാമൂഹിക ജീവിതമാകട്ടെ, അവന്റെ കൗടുംബികമായ മേഖലകളാകട്ടെ, അങ്ങനെ സകലമായ സന്ദർഭങ്ങളിലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ മനുഷ്യന്മാർക്ക് അനിവാര്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകന്റെ ആഗമനം. ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ, ആ പ്രവാചകൻ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ, അത് വിശ്വാസ മേഖലകളാകട്ടെ കർമ്മ മേഖലകളാകട്ടെ, നെഞ്ചിലേറ്റി കഴിഞ്ഞാൽ
ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവിടെയെല്ലാം സന്തോഷവും സമാധാനവും കളിയാടുക തന്നെ ചെയ്യും. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ, ജനങ്ങൾക്ക് മുഴുവൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. താക്കീതുകാരനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ഞാനൊരു ആദർശം പഠിപ്പിക്കുകയാണ്. ആ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ എന്നെ അറിയിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ആര് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വചനം പഠിപ്പിക്കുകയാണ്. അല്ലദീന യത്തബിഊന റസൂല അന്നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അല്ലദീന യത്തബിഊന റസൂൽ, പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞ ശേഷം ആരാണ് ആ പ്രവാചകൻ, ആരാണ് ആ നബി? അൽ ഉമ്മിയ്, വിദ്യാഭ്യാസമില്ലാത്ത, എഴുതാനോ വായിക്കാനോ അറിയാത്ത നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ആ പ്രവാചകനെ കുറിച്ചും ആ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷവാർത്തയും മറ്റുമെല്ലാം തൗറാത്തിലും ഇൻജീലിലും കാണുവാൻ സാധിക്കും. യഅ്മുറുഹും ബിൽ മഅറൂഫ്, ആ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതെല്ലാം നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മറ്റു പല മേഖലകളിൽ ഇവിടെ എൻ്റെ പ്രവാചകൻ പറഞ്ഞ ഈ വിഷയം അത് എനിക്ക് താൽക്കാലികമായി അല്പം ചില പ്രയാസമായി തോന്നിയെങ്കിലും അത് നന്മയാണ്. ഇവിടത്തെ നന്മയാണ്, പരലോകത്തെ നന്മയാണ്. ഈ നിലക്ക് നന്മ പറയാൻ, നന്മ കൽപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. വയൻഹാഹും അനിൽ മുൻകർ, എല്ലാത്തരം തിന്മകളിൽ നിന്നും എല്ലാത്തരം ദൂഷ്യതകളിൽ നിന്നും മനുഷ്യനെ തടയുന്ന പ്രവാചകൻ. വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നല്ലത് ഹലാലാക്കുന്ന, നല്ലത് അനുവദനീയമാക്കുന്ന, ചീത്തതുകളെ തിന്മകളെ നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ. വയലഉ അൻഹും മിസ്റഹും വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, ആളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ആളുകൾ വഹിക്കുന്ന ഭാരങ്ങൾ, അതിനെയെല്ലാം മാറ്റിവെക്കുന്ന പ്രവാചകൻ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് ഫല്ലദീന ആമനൂ ബിഹി, ഇങ്ങനെയുള്ള പ്രവാചകനെ ആരെങ്കിലും വിശ്വസിക്കുകയാണ് എങ്കിൽ, വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകൻ കൊണ്ടുവന്നൊരു പ്രകാശമുണ്ട് വിശുദ്ധ ഖുർആൻ, അതിനെ ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയി. അപ്പോൾ നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. എന്താ വിജയത്തിന്റെ മാനദണ്ഡം? പ്രവാചകനിൽ വിശ്വസിക്കണം, പ്രവാചകനെ ശക്തിപ്പെടുത്തണം, പ്രവാചകനെ സഹായിക്കണം. അതിന് ആദ്യമായി വേണ്ടത് ആരാണ് ആ പ്രവാചകൻ എന്നറിയുകയാണ്. എന്താണ് ആ പ്രവാചകന്റെ ജീവിതമെന്ന് അറിയുകയാണ്. എന്ത് സന്ദേശമാണ്, എന്ത് അധ്യാപനങ്ങളാണ് ആ പ്രവാചകൻ നൽകിയത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുസ്ലിമേ എന്നല്ല, ക്രൈസ്തവരെ എന്നല്ല, ജൂതന്മാരെ എന്നല്ല, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്. എന്നിട്ട് ശേഷം ആ ആയത്തിൽ ഞാൻ ആരുടെ പ്രവാചകനാണ് എന്നുകൂടി പരിചയപ്പെടുത്തുന്നു. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ പടച്ച തമ്പുരാന്റെ പ്രവാചകനാകുന്നു ഞാൻ. എനിക്ക് നൽകാനുള്ള ഒന്നാമത്തെ സന്ദേശം, എനിക്ക് നൽകാനുള്ള ഒന്നാമത്തെ അധ്യാപനം, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധ്യനില്ല, പ്രാർത്ഥനക്കർഹനായി ഈ ലോകത്ത് മനുഷ്യരില്ല, മലക്കുകളില്ല, ജിന്നുകളില്ല, സൃഷ്ടികളിൽ ഒരാളും തന്നെയില്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് നൽകുവാനുള്ള ഒന്നാമത്തെ സന്ദേശം, ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീത്, അവൻ ജീവിപ്പിക്കുന്നവനാണ്, അവൻ മരിപ്പിക്കുന്നവനാണ്,
അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹ്, ആ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, ആ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. അന്നബിയൽ ഉമ്മി അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ. നിങ്ങൾക്ക് നേർമാർഗം വേണോ, സന്മാർഗം വേണോ, സൽപാന്താവ് വേണോ, ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗപ്രവേശനം സാധ്യമാകണമോ, ആ പ്രവാചകൻ പഠിപ്പിച്ച ദർശനങ്ങളെ, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആശയങ്ങളെ, ആദർശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക, പിൻപറ്റുക എന്ന് സൂറത്തുൽ അറാഫിന്റെ 157, 158 വചനങ്ങളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എങ്ങനെയാകണം? ഞാൻ തീരുമാനിക്കുന്ന പോലെയല്ല, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല, എനിക്ക് ഏതാണോ നന്മയായി തോന്നുന്നത് അങ്ങനെയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം എന്തായിരിക്കണം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കാൻ അല്ലാഹു ഒരു മാർഗം സ്വീകരിച്ചു. ആ മാർഗം എന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. പരലോകത്തെ ചിന്തിക്കുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന, ആ പരലോക ജീവിതത്തെ പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക. ഏതെങ്കിലും ഒരു വിഷയം അത് ആ റസൂല് പറഞ്ഞത് ശരിയായില്ല, ഇവിടെ ഈ പറഞ്ഞത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ എനിക്ക് അതത്ര യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ടുന്ന, ന്യായീകരണം കണ്ടെത്തേണ്ടുന്ന ഒരു വിഷയവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ പുറത്തു വന്നിട്ടില്ല, ആ പ്രവാചകന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ സംസാരങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. എന്തുകൊണ്ടാ? കളവ് പറയാത്ത പ്രവാചകൻ, ചതിക്കാത്ത പ്രവാചകൻ, വിശ്വാസവഞ്ചന കാണിക്കാത്ത പ്രവാചകൻ, മുനാഫിഖിന്റെ സ്വഭാവം കാണിക്കാത്ത പ്രവാചകൻ, അല്ലേ? എല്ലാവരെയും സ്നേഹിച്ച, എല്ലാവരെയും ആദരിച്ച, എല്ലാവരെയും ബഹുമാനിച്ച, എല്ലാവർക്കും കാരുണ്യം പകർന്നു കൊടുത്ത, അങ്ങനെ നന്മയുടെ മേഖലകളിലൂടെ മാത്രം ഒരു സമൂഹത്തിന് കൈപിടിച്ചു കൊണ്ടുപോയി ശേഷം പിൽക്കാലക്കാർക്ക് കൂടി ആ നന്മ ഇരിക്കട്ടെ എന്നുള്ള അല്ലാഹുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഹദീസുകൾ നമ്മുടെ മുമ്പിൽ വിട്ടേച്ചു പോയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭർത്താവായി ജീവിച്ചു, ഏറ്റവും നല്ല പിതാവായി ജീവിച്ചു, ഏറ്റവും നല്ല അധ്യാപകനായി ജീവിച്ചു, ഏറ്റവും നല്ല പടനായകനായി ജീവിച്ചു, ഏറ്റവും നല്ല യോദ്ധാവായി ജീവിച്ചു, ഏറ്റവും നല്ല നേതാവായി ജീവിച്ചു. അങ്ങനെ ഭർത്താക്കന്മാർക്കും പിതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് പ്രവാചകന്റെ ജീവിതം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ആ പ്രവാചകന്റെ ജീവിതങ്ങളോ ആ പ്രവാചകന്റെ ദർശനങ്ങളോ ദുനിയാവിന് വേണ്ടിയായിരുന്നില്ല, ഭൗതികപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, അതിന്റെ പേരിൽ എന്തെങ്കിലും ഗുണങ്ങൾ നേടുവാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് പരലോകത്തേക്ക് വേണ്ടി. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും അത് പരിശുദ്ധമാകണമെങ്കിൽ വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, നോട്ടമാകട്ടെ, കേൾവിയാകട്ടെ, എന്താണെങ്കിലും ശരി, അത് പരിശുദ്ധമാകണമെങ്കിൽ ആദ്യമായി മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഞാൻ ജീവിക്കുന്നത് പരലോകത്തേക്ക് വേണ്ടിയാണ്, അവിടുത്തെ വിജയത്തിന് വേണ്ടിയാണ്, അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴേ ഈ ലോകത്ത് നന്നായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. ആ പ്രവാചകൻ പറയുകയാണ്, മാലി വലി ദുനിയ, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? മാ മസലി വമസലു ദുനിയ ഇല്ലാ കറാകിബിൻ സാരിൻ ഫീ യൗമിൻ സ്വായിഫിൻ ഫസ്തളല്ല തഹ്ത ശജറത്തിൻ മിൻ നഹാർ ثم تركها وراح. എൻ്റെ ഉദാഹരണം ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ആ വഴിയാത്രക്കാരൻ പകലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ക്ഷീണം വന്നപ്പോൾ ഒരു മരത്തിന് ചുവട്ടിൽ അല്പനേരം വിശ്രമിച്ചു. ശേഷം എണീറ്റുകൊണ്ട് വീണ്ടും യാത്രയാവുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ താൽക്കാലികമായി ഒരു മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കാൻ അവൻ എങ്ങനെ സമയമെടുത്തോ അത്രമാത്രമേ ഈ ദുനിയാവിനെ ഞാൻ കാണുന്നുള്ളൂ. മാലി വലി ദുനിയാ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദുനിയാവിന്
പ്രാധാന്യം നൽകുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സുകളിൽ ദുഷിച്ച ചിന്തകൾ കടന്നു വരുന്നത്. മറ്റുള്ളവനെ പരാജയപ്പെടുത്തണം, മറ്റുള്ളവനെ ഇരുത്തണം. അതിന് ഞാൻ എന്ത് കളവ് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് മുനാഫിഖിന്റെ സ്വഭാവം കാണിച്ചാലും തരക്കടില്ല. എനിക്ക് അവനെ ഇരുത്തിയേ അടങ്ങാൻ കഴിയും. ഞാൻ അവനേക്കാൾ ഉയർന്നവനാണ്, ഞാൻ വലിയവനാണ്, എനിക്കപ്പുറം മറ്റൊരുത്തനില്ല എന്നുള്ള ദുഷിച്ച ചിന്താഗതി മനുഷ്യ മനസ്സുകളിൽ കടന്നു വരുന്നത് ദുനിയാവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്, അവിടെ ചിലതൊക്കെ നേടാൻ ആഗ്രഹിക്കുമ്പോഴാണ്. അത് ഇന്ന വിഷയത്തിൽ എന്നില്ല, ഏത് വിഷയമാണെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വാക്കും ശുദ്ധമാകണമെങ്കിൽ, സംസ്കരിക്കപ്പെടണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ വേണം. മാലി വലി ദുനിയാ, ഞാൻ എന്ത്, ദുനിയാവെന്ത്, ഈ ദുനിയാവുമായി എനിക്കൊരു ബന്ധമില്ല. ഇതൊരു വാക്കിന് മാത്രം ഉണ്ടായിരുന്ന കാര്യമല്ല, പ്രവാചകന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. വലിയ മോടി പിടിച്ച, വലിയ സന്തോഷത്തിന്റെ, വലിയ ആർഭാടത്തിന്റെ, ഭൗതിക ലോകത്തിന് സുഖലോലുപതകളിൽ മുങ്ങിക്കുളിച്ച ജീവിതമായിരുന്നില്ല പ്രവാചകന്റേത്. ആ പ്രവാചകന്റെ വീട് ഹദീസുകളിലുണ്ട്, ആ പ്രവാചകന്റെ കുടുംബം ഹദീസുകളിലുണ്ട്, ആ പ്രവാചകന്റെ ഉറക്കം ഹദീസുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഇവിടെ നമുക്ക് എല്ലാം പാഠമാണ്. കേൾക്കുക സഹോദരങ്ങളെ, നമ്മൾ അറിയുക, എന്നിട്ട് പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക. കണ്ണും കാതും നാവുമെല്ലാം സൂക്ഷിച്ച് പരലോകത്തേക്ക് വേണ്ടി ജീവിക്കുക. അതിലെ രക്ഷയുള്ളൂ. നമ്മുടെ ഖബറിൽ വെളിച്ചം കിട്ടണം, പരലോകത്ത് കാലുകൾ വിറക്കാതെ അള്ളാന്റെ കോടതിയിൽ നിൽക്കാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് ഇവിടെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കിക്കൂട്ടി ആ നിലക്ക് ജീവിതം കഴിച്ചു കൂട്ടാനുള്ളതല്ല. പ്രവാചകന്റെ പ്രഖ്യാപനം അതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രവാചകന്റെ കാര്യങ്ങൾ, മറിച്ച് അത് ജീവിതത്തിലും കൊണ്ടുവന്നു. പ്രവാചകന്റെ വീടിനെ സംബന്ധിച്ച്, പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഹദീസിൽ കാണുവാൻ സാധിക്കും. മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വയറ് നിറഞ്ഞിട്ടില്ല, പ്രവാചകന് വിശപ്പടക്കിയിട്ടില്ല. മിൻ ഖുബ്സിൻ വലാ ലഹ്മിൻ, ഒരു പരിപൂർണമായ റൊട്ടി ഉപയോഗിച്ച്, നല്ല റൊട്ടി പൂർണ്ണമായി തിന്നുകൊണ്ട് വിശപ്പടക്കാൻ പ്രവാചകന് സാധിച്ചിട്ടില്ല. വലാ ലഹ്മിൻ, മാംസം പ്രവാചകൻ ആ നിലക്ക് സുഭിക്ഷമായി കഴിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇല്ലാ അലാ ലഫഫ്, ആ വീട്ടിൽ അതിഥികൾ വന്നാലല്ലാതെ. അതായിരുന്നു പ്രവാചകന്റെ ജീവിതം. എങ്കിൽ നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ആ പ്രവാചകന്റെ ജീവിതവും ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യണം. അതിനാണ് ഈ പഠന സെഷൻ. പ്രവാചകന്റെ ജീവിതവും സന്ദേശവും അത് കേൾക്കുമ്പോൾ ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്ന, സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ആദ്യമായി ആവശ്യപ്പെടുന്ന ആ പ്രവാചകന്റെ ഉമ്മത്തിലെ ഒരു അംഗമായി കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കണമെങ്കിൽ എന്റെ ജീവിതവും പ്രവാചകന്റെ ജീവിതവുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്ന് നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇൻ കുന്നാ ആൽ മുഹമ്മദിൻ നംകുസു ശഹ്റൻ മാ നസ്തൗഖിദു ബിനാരിൻ ഇൻ ഹുവ ഇല്ല തമർ വൽ മാ. ഒരു മാസം സുദീർഘമായി വീടിൽ അടുപ്പ് പുകയാത്ത, തീ കത്തിക്കാത്ത ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു മാസം തുടർച്ചയായിക്കൊണ്ട്. സ്വഹാബികൾ ചോദിച്ചു, അല്ലയോ ഉമ്മ, പിന്നെ എന്തായിരുന്നു ഭക്ഷണം, എന്തായിരുന്നു നിങ്ങൾ കഴിച്ചിരുന്നത്? ഇൻ ഹുവ ഇല്ല തമർ വൽ മാ. ഇതാ ഈ രണ്ട് കറുത്ത വസ്തുക്കൾ, ഒന്ന് ഈത്തപ്പഴവും കാരക്കയും, മറ്റൊന്ന് വെള്ളവും, ഇതാ ഞങ്ങൾ കഴിച്ചിരുന്നത്. ലോകത്തിന്റെ നേതാവായ, പടനായകനായി ജീവിച്ച അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ദിവസം, അതിന്റെ തലേ ദിവസം രാത്രിയിൽ ആ വീട്ടിലുണ്ടായ ദയനീയമായ രംഗം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അന്ന് പല ആളുകളും പ്രവാചകനെ കാണാൻ വന്നു. സ്വഹാബികൾ പല ഭാഗത്തു നിന്നായി തടിച്ചുകൂടി. ആ ദിവസം രാത്രി എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല. ആ വിളക്കുമായി ഞാൻ അയൽപക്കത്തുള്ള സഹോദരിമാരെ സമീപിച്ചു. ഇന്ന് ഈ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണ നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊടുത്തയച്ച ചരിത്രം ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. മരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ പടയങ്കി 30 സ്വാഇന് ഒരു ജൂതന്റെ വീട്ടിൽ പണയം വെച്ച അവസ്ഥയിലായിരുന്നു. ഞാനിത് പറഞ്ഞു വന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനും ദുനിയാവും എന്ത് ബന്ധം എന്ന് ചോദിച്ചുവെങ്കിൽ അതൊരു ചോദ്യമായി മാത്രം അവശേഷിച്ചതല്ല, ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ അള്ളാഹ് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ തന്നെ നിയോഗിച്ചത്, ആ ലക്ഷ്യം മറന്നുകൊണ്ട് പ്രവാചകൻ ജീവിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. എന്താ? അള്ളാഹു തആല നമ്മളെ ഇവിടെ നിയോഗിച്ചു, പറഞ്ഞയച്ചു. അത് എന്തിനു വേണ്ടിയാ?
വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാനാണ് മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത്. ആ ഒരു മേഖലയിൽ ഈ ഉമ്മത്തിന് മാതൃകയായ പ്രവാചകനെ അല്ലാഹു തആല നിയോഗിക്കുകയാണ്. നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ നേതാക്കന്മാരെ പോലെ പ്രഖ്യാപനങ്ങൾ നടത്തി തന്റെ റൂമിൽ ഒളിഞ്ഞിരുന്ന് സുഖമായി കിടന്നുറങ്ങുന്ന പ്രവാചകൻ ആയിരുന്നില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് അത് അവിടുത്തെ ജീവിതമായിരുന്നു. അത് നമുക്കുള്ള സന്ദേശമാണ്, അധ്യാപനം കൂടിയാണ്. പ്രവാചകന്റെ ഭാര്യമാരും പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികളും പ്രവാചകന്റെ ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു യുസല്ലി. പാതിരാ സമയത്ത് രാത്രിയിൽ പ്രവാചകൻ എണീക്കുകയാണ്, എന്നിട്ട് നമസ്കരിക്കുന്നു. ഹത്താ തൻതഫിഖ ഖദമാഹു. ആ പ്രവാചകന്റെ കാലുകൾ നീര് വന്ന് വീർക്കുന്നത് വരെ. ആരാണിത്? പാപങ്ങളിൽ മുഴുകി തിന്മകൾ ചെയ്ത് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് അല്ലാഹുവിനെ തൃപ്തി നേടിയ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു? ഹത്താ തൻതഫിഖ ഖദമാഹു. കാല് നീര് വന്ന് തടിക്കുമായിരുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, രാത്രി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് അല്ലാഹുവിന്റെ നിയാമത്താകുന്ന ഭക്ഷണം ഉപയോഗപ്പെടുത്തി, അല്ലാഹുവിന്റെ നിയാമത്താകുന്ന ഉറക്കം ഉപയോഗപ്പെടുത്തി നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോ സുബഹിക്ക് ഹയ്യ അലസ് സ്വലാത്ത് എന്നുള്ള വിളി കേൾക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പ് എണീറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ, മനസ്സ് തുറക്കാൻ, നാദാ പുറത്തു തരേണമേ, ദുർബലനാണ്, പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കരങ്ങളും കണ്ണുകളും ഹൃദയങ്ങളും ആ നാഥനിലേക്കൊന്ന് നീട്ടാൻ തിന്മകൾ ചെയ്യുന്ന, തിന്മകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, തിന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. പല ആളുകളും അൽഹംദുലില്ലാ ചെയ്യുന്നു. ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്രവാചകനെ ഓർക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. ആ പ്രവാചകൻ സുദീർഘമായ നമസ്കാരം, സുദീർഘമായ പാരായണം. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് തഫ്അലു ഹാദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാ പ്രവാചകരെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? അങ്ങയുടെ എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തന്നിട്ടുണ്ടല്ലോ പ്രവാചകരെ, പിന്നെ എന്തിനാണിത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ പ്രവാചകന്റെ മറുപടി, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ? അതൊരു സന്ദേശമാണ്, അതൊരു സന്ദേശമാണ് നമുക്ക്. അല്ലാഹുവിന്റെ നിഅമത്താകുന്ന ആരോഗ്യം, ശരീരം, വസ്ത്രം, ഭക്ഷണം, കുടുംബം, വീട്, ഭാര്യ, മക്കൾ, കച്ചവടം, നമ്മുടെ സ്ഥാപനങ്ങൾ, എത്രയെത്ര നിഅമത്തുകൾ. അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഫശ്കുറൂ ലില്ലാഹി വഅബ്ദൂ. വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നു. അല്ലാഹ് പറഞ്ഞ വചനം, നിങ്ങൾ അല്ലാഹ്ക്ക് നന്ദി കാണിക്കണം, അവനെ നിങ്ങൾ ആരാധിക്കുകയും വേണം. അത് ജീവിതത്തിൽ പ്രവാചകൻ കാണിച്ചു തന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, കാന യനാമു അവ്വലൽ ലൈൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങും. സുമ്മ യഖൂം, പിന്നെ എണീക്കും. ഫൈദാ കാന ലഹു ഹാജത്തുൻ അലമ്മ ബി അഹ്ലിഹി ഫൈദാ സമിഅൽ അദാന വസബ. പ്രവാചകൻ ശേഷം നമസ്കരിക്കുകയാണ്, ശേഷം കുടുംബവുമായി ഒത്തു കഴിയുകയാണ്. വീണ്ടും പ്രവാചകൻ അല്പസമയം വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ വസബ, ചാടി എണീക്കും. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഇത് പള്ളി കമ്മിറ്റി ശമ്പളം കൊടുത്ത് വെച്ച് നിശ്ചയിച്ച ആളുടെ ജോലിയല്ല. അതൊരു മുക്രിയുടെ വിളിയല്ല. നമ്മുടെ നാഥൻ നമ്മെ വിളിക്കുകയാണ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. പള്ളിയിൽ നിന്ന് ഒരു ദിവസം ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് വൈകിയാൽ കമ്മിറ്റിക്കാരുടെ ശകാരം ആ മുഅദ്ദിനിന് കേൾക്കേണ്ടി വരും. എന്നാൽ കമ്മിറ്റിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ചിലപ്പം പള്ളിയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് വേറെ വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് പറയുന്നത്.
ബാങ്ക് കേട്ടാൽ ചാടി എണീക്കുകയാണ് പ്രവാചകൻ. അതൊരു സന്ദേശമായി നമ്മൾ ഏറ്റെടുത്തുകൊള്ളുക. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഇൻ കാന ജുനുബൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനാണെങ്കിലും അഫാല അലൈഹി മിനൽ മാ, കുറച്ച് വെള്ളമെടുത്ത് ഒന്ന് കുളിക്കും, തലയിലൂടെ ഒന്ന് ഒഴിക്കും. വഇല്ല, അല്ലെങ്കിലും തവല്ലഅ വഖറജ ഇല സ്വലാത്ത്, വുളു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകും. വീട്ടിൽ നമസ്കരിച്ചാൽ പോരെ എന്നല്ല, ഞാൻ നമസ്കരിക്കുന്നില്ല എന്നല്ല. പ്രവാചകന്റെ ജീവിതം പള്ളിയിലുള്ള നമസ്കാരമാണ്. പ്രവാചകന്റെ അധ്യാപനം പള്ളിയിലെ ജമാഅത്താണ്. ആ ജമാഅത്തിന്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും ചുരുക്കി കാണിക്കരുത് സഹോദരങ്ങളെ. ചില പണ്ഡിതന്മാർ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്ന് പോലും പഠിപ്പിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം യുദ്ധക്കളത്തിൽ പ്രവാചകൻ ജമാഅത്തായ നമസ്കാരം പഠിപ്പിച്ചു. യുദ്ധക്കളത്തിൽ അത് ഒഴിവാക്കാൻ അനുവാദം നൽകുന്നില്ലെങ്കിൽ അപ്പോൾ അതിന്റെ അർത്ഥം നിർബന്ധം എന്നല്ലേ? പണ്ഡിതന്മാർ അങ്ങനെയാണ് ചോദിച്ചത്. നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാത്ത പുരുഷന്മാർ വീട്ടിലിരിക്കെ അവരെ ഞാൻ ചുട്ടു കരിക്കാൻ ഉദ്ദേശിച്ചു, ആ വീട്ടിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എങ്കിൽ സുന്നത്തായ ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ ആ വീട് ചുട്ടുകരിക്കുമെന്ന് പ്രവാചകൻ പറയില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ജമാഅത്ത് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സഹോദരിമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ പറഞ്ഞയക്കൂ, വിളിക്കൂ, പറഞ്ഞയക്കൂ പള്ളിയിലേക്ക്. ഉമ്മമാരെ, നമ്മുടെ മക്കൾ അവരുടെ നമസ്കാര ശേഷം, അവരുടെ ജീവിതത്തിൽ, നമ്മുടെ മരണശേഷം നമുക്ക് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി മാറാൻ ഇതാ നമ്മൾ പറഞ്ഞയക്കുക. നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് എണീപ്പിക്കുക. അവരെ കുറച്ച് പ്രയാസം ഉണ്ടാകും, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെന്ന് വരും, കുറച്ച് ഉമ്മയോട് വെറുപ്പ് സാന്ദർഭികമായി തോന്നിയെന്നും വരാം. പക്ഷേ ആത്യന്തികമായ വിജയത്തിന്റെ, ആത്യന്തികമായ നന്മയുടെ ഒരു കാരണമായി മാറും അത്. അതുകൊണ്ട് ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും മക്കളെയും എണീപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന പ്രകൃതം നമ്മുടെ ഉമ്മമാരിലും സഹോദരിമാരിലും ഭാര്യമാരിലും ഉണ്ടാകണം. അപ്പൊ പ്രവാചകൻ പള്ളിയിലാണ് നമസ്കരിച്ചിരുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിക്കുന്നു, ശേഷം അല്പം വിശ്രമിക്കുന്നു, ശേഷം പള്ളിയിലേക്ക് പോകുന്നു, സുബൈ ജമാഅത്തായി നമസ്കരിക്കുന്നു. എന്നിട്ട് കാന ഇദാ സല്ലൽ ഫജ്റ ജലസ ഫീ മുസല്ലാഹു ഹത്താ തതുലു അശ്ശംസു ഹസനാ, നമസ്കാര ശേഷം തന്റെ മുസല്ലയിൽ തന്നെ ഇരിക്കും. ഏതുവരെ? സൂര്യനും നന്നായി ഉദിക്കുന്നത് വരെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും നമസ്കാര ശേഷം തന്റെ മുസല്ലയിൽ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളുമായി സമയം ചിലവഴിച്ച് അവസാനം 2 റക്അത്ത് സൂര്യൻ ഉദിച്ച ശേഷം നമസ്കരിച്ച് തിരിച്ചു പോന്നാൽ അവന് പരിപൂർണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് പ്രവാചകന്റെ ജീവിതം. അങ്ങനെയായിരുന്നു പ്രവാചകന്റെ ഇബാദത്തുകൾ. ശേഷമുള്ള ദുഹാ നമസ്കാരം സ്വഹാബത്ത് ചോദിക്കുകയാണ് പ്രവാചകന്റെ ഭാര്യയോട്, അകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹാ, പ്രവാചകൻ ളുഹാ നമസ്കരിക്കാറുണ്ടോ? എങ്ങനെയായിരുന്നു പ്രവാചകന്റെ നമസ്കാരം? അവർ പറഞ്ഞു, ഖാലത്ത് നഅം 4 റക്അത്ത്, 4 റക്അത്ത് നമസ്കരിക്കും, രണ്ടും വയസീദു മാഷാ അല്ലാഹു അസ്സ വജല്ല, ചിലപ്പോൾ അല്ലാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാറും ഉണ്ട്. അത് 8 വരെയാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മക്കം ഫത്ഹിന്റെ ദിവസം പ്രവാചകൻ 8 റക്അത്ത് ഈ ളുഹാ നമസ്കാരം നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു, ശേഷം ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല. പ്രവാചകന്റെ ജീവിതം ഏറ്റെടുക്കുകയാണ്. കാരണം പ്രവാചകൻ പോയ സ്വർഗത്തിലേക്ക് പോകാൻ, പ്രവാചകൻ എത്തിപ്പെടാൻ പോകുന്ന സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ആ പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ ജീവിതം ഏറ്റെടുക്കുകയാണ്. നമസ്കാരം മാത്രമല്ല, ഹൃദയം വിങ്ങിപ്പൊട്ടി കരയുന്ന പ്രവാചകൻ, മനസ്സു വേദനിച്ച് കരയുന്ന പ്രവാചകൻ. എന്തിന്റെ പേരില? ദുനിയാവ് നഷ്ടപ്പെട്ടതിലല്ല, ദുനിയാവിന്റെ പേരിലല്ല, ഖബർ ആലോചിച്ചുകൊണ്ട്, പരലോകം ആലോചിച്ചുകൊണ്ട്, നരകവും സ്വർഗവും ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന പ്രവാചകൻ. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ഒരു വിലയിരുത്തൽ നടത്തുക. ആരാണ് കരയുന്നത് ഇവിടെ? ആരാണ് മനസ്സ് നൊന്ത് കരയുന്നത്? ആരാണ് തേങ്ങി വിങ്ങി പൊട്ടുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, നാളെ ഖിയാമത്ത് നാളിൽ 2ാമത്തെ ഊത്ത് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ
ആ മണ്ണിൽ നിന്ന് ആദ്യമായി എണീറ്റ് വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. അങ്ങനത്തെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആ പ്രവാചകൻ കരയുന്നത്, സഹോദരന്മാരെ, സഹോദരികളെ, ഹറാമ് ഹലാല് വേർതിരിവില്ലാതെ വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിനെ ഭയപ്പെടാതെ തോന്നിയതെന്തും പറയുന്ന, തോന്നിയതെന്തും പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ പ്രവാചകൻ ചെല്ലുന്ന അതേ കോടതിയിൽ നമുക്കും ചെല്ലാനുള്ളതാണ്. കരയുക അള്ളാഹുവിനെ ഓർത്ത്, കരയുക പരലോകത്തെ ഓർത്ത്, കരയുക ഖബറിനെ ഓർത്ത്. മുത്രിഫ് റളിയല്ലാഹു പറയാണ്, അൻ മുത്രിഫിൻ അൻ അബീഹി, അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനെ കാണാൻ ചെന്നു. വഹുവ യുസല്ലി, പ്രവാചകൻ നമസ്കരിക്കുകയായിരുന്നു. വലി ജൗഫിഹി അസീറുൻ കഅസീരിൽ മിർജലി മിനൽ ബുകാ, പ്രവാചകൻ കരയുകയാണ്. ആ കരച്ചിൽ കാരണം പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് അടുപ്പത്ത് വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്ന പോലെ ഒരു കളകള ശബ്ദമുണ്ടായിരുന്നു എന്ന് ഹബീബിന്റെ നമസ്കാരം കണ്ടുകൊണ്ട് സ്വഹാബികൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ 18 രോമങ്ങൾ കറുപ്പിനെ നിറബാധിച്ചതായിരുന്നു. സ്വഹാബത്ത് അതൊക്കെ കണ്ടിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതവർ എണ്ണി വെച്ചിട്ടുമുണ്ട്. പ്രവാചകന്റെ താടി രോമങ്ങളിൽ 18 നിറബാധിച്ചതായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, യാ റസൂലല്ലാഹ് ഖദ് ശബിബ്ത, വയസ്സായല്ലോ റസൂലേ, വൃദ്ധനായല്ലോ റസൂലേ. ആ സന്ദർഭത്തിൽ ഹബീബിന്റെ മറുപടി എന്താ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാത്ത് വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. അബൂബക്കറെ, പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് നരച്ചു പോയതല്ല ഇത്, ഇത് നരപ്പിച്ച് കളഞ്ഞതാണ്. എന്താ കാരണം? സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുർസലാത്ത്, അമ്മ യതസാഅലൂൻ, ഇദ ശംസു കുവിറത്. എന്താ കാരണം? ആകാശം കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന, അത് വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ പാറിക്കളിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള പരാമർശം നടത്തിയ സൂറത്തുകളാണിത്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഒരു തൊലി കത്തിക്കരിഞ്ഞു പോയാൽ അടുത്ത തൊലി പകരമായി പ്രദാനം ചെയ്യപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സൂറത്തിലെ, വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്ന സൂറത്തുകളാണിത്. നാറൻ കുബ്ര, ഏറ്റവും വലിയ തീയ്, നാറം തലല്ലാ, കത്തിജ്വലിക്കുന്ന തീയ്, നാറുൻ മുസദ, അടച്ചിടപ്പെടുന്ന തീയ്, നാറുല്ലാഹിൽ മൂഖദ എന്നൊക്കെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ശൈലികളിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ, കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ വീണ്ടും അതിലേക്ക് മടക്കി തള്ളിയിടുമെന്ന് പറഞ്ഞ, വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകളാലുള്ള അടികളും പ്രഹരങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തലക്ക് മുകളിലൂടെ ചുട്ടുപടുത്ത വെള്ളം ഒഴിക്കപ്പെടുമെന്ന് പറഞ്ഞ, വയുസ്ഹറു മാ ഫീ ബുതൂനിഹിം, അതങ്ങോട്ട് ചെല്ലുമ്പോൾ വയറിനകത്തുള്ളത് ഉരുകി ഒലിച്ച് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞ ആ നരകം പരാമർശിച്ച സൂറത്തുകളാണിത്. ആ പരലോകം പറഞ്ഞ സൂറത്തുകളാണിത്. അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഓതി പഠിച്ച് ശയ്യബത്നി എന്ന ഇതാ ഈ സൂറത്തുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ പ്രവാചകന്റെ ജീവിതം? എന്താ നമ്മുടെ ജീവിതം? മാലി വലദുനിയ, നമ്മളോ? നമ്മളും ദുനിയാവും. ആരെയും ആക്ഷേപിക്കുകയല്ല, ഞാൻ എല്ലാം തികഞ്ഞതുകൊണ്ട് പറയുകയും അല്ല. നമ്മളെല്ലാം ചിന്തിക്കാൻ, നമ്മളെല്ലാം മാറാൻ, നമ്മളെല്ലാം നന്നാകാൻ. ഈ നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഖബറാണ്, ചോദ്യമാണ്, വിചാരണയാണ്, രക്ഷാശിക്ഷകളാണ്, ശേഷം പരലോകമാണ്, കോടതിയാണ്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. അതിനുവേണ്ടി ജീവിക്കൂ സഹോദരന്മാരെ. മനസ്സിന്റെ വെറുപ്പും മനസ്സിന്റെ വൈരാഗ്യവും ദേഷ്യങ്ങളും പാരകളും വണ്ടാത്തരങ്ങളും എല്ലാം മാറ്റിവെച്ച് എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടണം, അതിനു വേണ്ടിയാണ് എന്റെ ജീവിതം എന്ന നിയത്തോടു കൂടി ജീവിക്കുക. തീർച്ചയായും അല്ലാഹു തആല അനുഗ്രഹിക്കും. പ്രവാചകൻ ജീവിച്ച പോലെ, പ്രവാചകൻ ഇബാദത്തെടുത്ത പോലെ നോക്കൂ നിങ്ങൾ. പ്രവാചകന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ സംബന്ധിച്ച് മഹദി ആയിഷ പറയുകയാണ് റളിയല്ലാഹു അൻഹാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ തആല അലാ കുല്ലി അഹ്യാനിഹി, തന്റെ എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക.
ഒരു ഡ്രൈവർക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അഹബ്ബുൽ കലാമി ഇലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള കലിമത്തുകൾ. ഉറങ്ങാൻ പോകുമ്പോ വീട്ടിൽ നമ്മുടെ ഉമ്മമാരും ഭാര്യമാരും സഹോദരിമാരും ഭക്ഷണം പാകം ചെയ്യുമ്പോ ആർക്കും പൈസ കൊടുക്കാതെ, ഒരു അധ്വാനമില്ലാതെ, പ്രത്യേകമായ സമയം ചിലവഴിക്കാതെ ചൊല്ലാവുന്ന ദിക്റുകളും പ്രാർത്ഥനകളും എന്താ പ്രവാചകൻ ചെയ്തിരുന്നത്? യദ്കുറുല്ലാഹ തആല അലാ കുല്ലി അഹ്യാനിഹി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദിക്റായിരുന്നു പ്രവാചകന്റെ നാവിൻ തുമ്പത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. മസലുല്ലദി യദ്കുറുല്ലാഹ വല്ലദി ലാ യദ്കുറുല്ലാഹ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. പ്രവാചകനെ ഓർക്കും, അല്ലാഹുവിനെ സ്മരിക്കുന്നവനും സ്മരിക്കാത്തവനും, ദിക്ർ ചൊല്ലുന്നവനും ചൊല്ലാത്തവനും ഇതുപോലെയാ മരിച്ചവനും ജീവിച്ചവനും പോലെയുള്ള വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. അത് പഠിപ്പിച്ചിട്ട് മാറി നിൽക്കുകയല്ല. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിലൂടെ നിന്റെ നാവ് സദാസമയം നനഞ്ഞതായിരിക്കണം എന്ന് പ്രഖ്യാപിച്ച് പഠിപ്പിച്ച് മാറി നിൽക്കുകയല്ല, മറിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസുകളിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ സദസ്സിൽ ഇരുന്നാൽ, ഒരു സദസ്സിൽ ഒന്ന് ഇരുന്ന് എണീറ്റാൽ റബ്ബി ഗുഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് 100 തവണ ചൊല്ലിയിരുന്നു എന്നാണ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു സദസ്സിൽ ഒന്ന് ഇരുന്ന് എണീറ്റാൽ റബ്ബി ഗുഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് 100 തവണ ചൊല്ലിയിരുന്നു. ആ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാണ്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഒരു ദിവസം 70 തവണയിൽ അധികം, 70 പ്രാവശ്യത്തിൽ അധികം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. നമുക്കുള്ള സന്ദേശമാണ്. ആ പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രാർത്ഥനകൾ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മേഖലകളിൽ അതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തി. ഒരുപാട് പ്രാർത്ഥനകൾ അവിടുത്തെ ജീവിതത്തിൽ കാണാം. എങ്കിലും പരമപ്രധാനമായ ചില പ്രാർത്ഥനകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനകൾ, ഒന്ന് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രവാചകൻ നിത്യമാക്കിയിരുന്ന, പതിവാക്കിയിരുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക വഅഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അർത്ഥം വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ വേദിയല്ല, സമയവുമില്ല. പഠിക്കുക നമ്മൾ. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫിഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫിഹാ മആദി എന്ന് തുടങ്ങുന്ന ആ പ്രവാചകന്റെ മഹനീയമായ പ്രാർത്ഥന നമ്മളത് മനഃപ്പാഠമാക്കണം. ദുനിയാവിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, ട്യൂഷൻ വെച്ച് പഠിച്ചു, പ്രത്യേകമായ ഫീസ് കൊടുത്ത് പഠിച്ചു. പഠിച്ച കാര്യങ്ങൾ ജോലിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാൻ വലിയ സംഖ്യ മുടക്കി വീട്ടിലേക്ക് പല ഉപകരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ ജീവിച്ച നമ്മൾ പ്രവാചകന്റെ പ്രാർത്ഥനകൾ പഠിക്കാനും 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം നമ്മുടെ ഏതെങ്കിലും മഹല്ലുകളിലുള്ള പള്ളികളിലുള്ള ഖുർആൻ ക്ലാസുകളും ഹദീസ് ക്ലാസുകളും വരുമ്പോൾ മടി കാണിക്കല്ലേ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർള് റബ്ബ കുല്ല ശൈഇൻ വമലീകഹു എന്ന് തുടങ്ങുന്ന അവസാനം വഅഊദു ബിക മിൻ ശർരി നഫ്സി എന്നിങ്ങനെ പറഞ്ഞു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവാചകന്റെ ആ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ മേഖലകൾ നമ്മൾ പതിവാക്കി അതൊരു ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ സ്രഷ്ടാവുമായുള്ള ബന്ധം പരിശുദ്ധമാക്കിയ പ്രവാചകന്റെ ജീവിതം. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവുമായുള്ള ബന്ധം മാത്രമാണോ പ്രവാചകന്റെ പരിശുദ്ധമായത്? ദിക്റിലും പ്രാർത്ഥനയിലും ഇബാദത്തിലും അതുപോലെ വിങ്ങിപ്പൊട്ടിയും കരഞ്ഞും പ്രാർത്ഥിച്ചുമുള്ള ആ അല്ലാഹുവുമായുള്ള ബന്ധം അത് മാത്രമാണോ നന്നായത്? അല്ല. വ്യക്തിബന്ധങ്ങൾ, സാമൂഹികമായ ബന്ധങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രവാചകൻ ഒരു നല്ല ഭർത്താവായിരുന്നു, പ്രവാചകൻ ഒരു നല്ല നേതാവായിരുന്നു, പ്രവാചകൻ ഒരു നല്ല പ്രബോധകനായിരുന്നു, പ്രവാചകൻ ഒരു നല്ല പണനായകനായിരുന്നു. എല്ലാ നിലക്കും അവിടെ ഒരു ന്യൂനതകളുമില്ലാത്ത നിലക്ക് പരിപൂർണമായി ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു.
അപ്പോൾ സൃഷ്ടാവുമായുള്ള ബന്ധം നന്നാക്കിയ പോലെ സൃഷ്ടികളുമായുള്ള പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ ബന്ധങ്ങളും സമ്പൂർണവും പരിശുദ്ധവുമായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ പെരുമാറ്റം, സംസ്കാരം എല്ലാം അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. പ്രവാചകരെ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. ഇതാരാ പറയുന്നത്? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ സംസാരമാണ് ഒരു മനുഷ്യനെ കുറിച്ച്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എന്നെ കണ്ടുകൊണ്ട്, എന്റെ സ്വഭാവം കണ്ടുകൊണ്ട്, എന്റെ സംസ്കാരവും എന്റെ പെരുമാറ്റവും സംസാരവും കേട്ടുകൊണ്ട് ഇതാ അവനൊരു മുസ്ലിമാണ്, അവൻ പ്രവാചകൻ നയിച്ച ജീവിതമാണ് നയിക്കുന്നത്, ഖുർആൻ പഠിപ്പിച്ച മര്യാദകളാണ് അവനിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കണ്ട് അറിഞ്ഞ് മറ്റുള്ള ആളുകൾ നമ്മുടെ ആദർശത്തിലേക്ക്, നമ്മുടെ ആശയത്തിലേക്ക് വഴിമാറി വരണം. അതിന് നമ്മൾ കാരണക്കാരായി തീരണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയാണ് പ്രവാചകനെ കുറിച്ച്. എങ്ങനെയാണ് പ്രവാചകൻ? അന്നത്തെ മറുപടി എന്താ? കാന ഖുലുഖുൽ ഖുർആൻ. ഇന്നത് 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 എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് എണ്ണിപ്പറയാൻ നിൽക്കാതെ കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പ്രഖ്യാപിക്കാനും ഒരു ഭാര്യയ്ക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നെ കുറിച്ച് നാട്ടുകാർ പലതും പറഞ്ഞേക്കാം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ടായേക്കാം, ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ടായേക്കാം. എന്നാൽ ഇതാ ഇദ്ദേഹം നല്ലവനാണ്, ഇദ്ദേഹം മാന്യനാണ് എന്ന് എന്നെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ ഭാര്യയാണ്. അതിന് സാധിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വഭാവത്തിൽ പോരായ്മ കാണുന്നില്ല, മോശത്തരങ്ങൾ കാണുന്നില്ല, ന്യൂനതകൾ കാണുന്നില്ല. എന്നിട്ട് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകൻ സ്വഭാവം ഖുർആനായിരുന്നു. എന്തുകൊണ്ടാണത്? ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, പ്രവാചകന്റെ സംസാരം. എങ്ങനെയാ സംസാരം? മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ, ആളുകളെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അതുപോലും പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ആ പ്രവാചകൻ തന്റെ സംസാരത്തിലും തന്റെ പെരുമാറ്റത്തിലും അത് കൃത്യമായി പാലിച്ചു. ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, ആളുകളെ വെറുപ്പിക്കുന്ന, ആളുകളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉടമയായിരുന്നില്ല പ്രവാചകൻ. മറിച്ച് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതകല്ലമു ബികലാമിൻ ബയ്യിനിൻ ഫസ്ലിൻ. വ്യക്തമായ സംസാരം, മാന്യമായ സംസാരം, വേർതിരിച്ചുകൊണ്ടുള്ള സംസാരം. എന്താ വേർതിരിക്കാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയേണ്ടുന്ന അവസ്ഥയില്ലാത്ത വിധം നല്ല സംസാരം. യഹ്ഫളുഹു മൻ ജലസ ഇലൈഹി. പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ അതാരെങ്കിലും കേട്ട് ശ്രദ്ധിച്ചിരിക്കാൻ തയ്യാറായാൽ അവനത് മനഃപ്പാടമാകും. ആ നിലക്ക് വ്യക്തമായ വേർതിരിച്ചുകൊണ്ടുള്ള സ്പീഡില്ലാത്ത, വേഗതയില്ലാത്ത സംസാരമായിരുന്നു പ്രവാചകന്റെ. എന്തിനാ അങ്ങനെ ഹദീസിൽ വന്നത്? എന്തിനാ സ്വഹാബത്ത് അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തത്? നമുക്കത് പഠിക്കാൻ, നമുക്കത് മാതൃകയാക്കാൻ. അപ്പൊ പ്രവാചകന്റെ സംസാരം കലാമുൻ ബയ്യിനുൻ ഫസ്ലുൻ, വ്യക്തമാകുന്നതും വേർതിരിയുന്നതും അതേപോലെ തന്നെ നല്ല സംസാരവും ആയിരുന്നു. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മാ ഹജബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു. ഞാൻ മുസ്ലിമായ ശേഷം എനിക്ക് പ്രവാചകനെ കാണാതിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ എന്നും പ്രവാചകനെ കാണും, ഞാൻ എപ്പോഴും പ്രവാചകനെ കാണും എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ റആനി ഇല്ലാ ലഹിക, വലാ റആനി ഇല്ലാ ലഹിക. പ്രവാചകനെ ഞാൻ കാണുമ്പോഴെല്ലാം എന്നോട് ചിരിക്കുമായിരുന്നു. ചിരിക്കാത്ത ഒരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല. ആ ചിരി എങ്ങനെയാണ്? കാന യതബസ്സം, പുഞ്ചിരിയായിരുന്നു, ഉച്ചത്തിലുള്ള ശബ്ദത്തോടു കൂടിയുള്ള ചിരിയായിരുന്നില്ല. അതുപോലും സ്വഹാബത്ത് പ്രവാചകനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ് നമ്മളോട്. അപ്പോൾ പ്രവാചകൻ ആ നിലക്ക് ജനങ്ങളോട് പെരുമാറി. ആകട്ടെ നമ്മുടെ സംസാരവും അങ്ങനെ, ആകട്ടെ നമ്മുടെ മുഖവും അങ്ങനെ. ഏതെങ്കിലും ചില മുഖങ്ങൾ കാണുമ്പോൾ, ഏതെങ്കിലും ചില മുഖങ്ങളൊക്കെ കാണുമ്പോൾ ഇവന് എന്തോ, ഇവൻ വേറെ ഏതോ, ആ നിലക്ക് ജനം ചിന്തിച്ചുകൊണ്ട്
ആ നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് വെറുപ്പോടുകൂടി അകൽച്ചയോടുകൂടി മുഖം തിരിച്ചു കളയുന്ന ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? ഇന്നലെ വരെയും ചിരിക്കുന്ന, മിനിഞ്ഞാന്ന് വരെയും ചിരിക്കുന്ന, സന്തോഷത്തോടുകൂടി മുഖത്ത് നോക്കുന്ന ആ മുഖങ്ങൾ വേർതിരിയുകയാണ്, പിരിഞ്ഞു പോവുകയാണ്. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? നമ്മൾക്ക് കാര്യങ്ങൾ പഠിക്കാം, നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരു കാര്യം അറിയാൻ ശ്രമിക്കുമ്പോൾ, ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരുത്തനെ വെറുത്തുകൊള്ളണമെന്നില്ല, മറ്റൊരുത്തനെ അനാവശ്യം പറയണമെന്നില്ല, മറ്റൊരുത്തനെ അസഭ്യം പറയണമെന്നില്ല, മറ്റൊരുത്തനെ താഴ്ത്തിക്കെട്ടണമെന്നില്ല. പഠിക്കാം, ആർക്കും പഠിക്കാം, അറിവ് നേടാം, നല്ലതാണ്. പക്ഷേ അറിവ്, താൻ നേടുന്ന അറിവ് മറ്റുള്ളതിനെ മോശമാക്കാൻ, മറ്റുള്ളതിനെ നിസ്സാരമാക്കാനും അതിനെതിരെ മുഖം തിരിക്കാൻ കാരണമായി മാറരുത്. പ്രവാചകന്റെ ജീവിതം നമുക്ക് പാഠമാണ് ആ വിഷയങ്ങളിൽ. ഇനി നോക്കൂ, അഹങ്കാരമില്ലാത്ത പ്രവാചകൻ, കിബിറില്ലാത്ത പ്രവാചകൻ, വലിയ അറിവ് അല്ലേ? ഇനി അങ്ങനത്തെ ഒരു അറിവ് നേടാൻ ലോകത്ത് ആരും വരാനില്ല. അത്രമാത്രം അറിവ് നേടിയ പ്രവാചകൻ. കാരണം വഹയിലൂടെയാണ് ഇൽമ് കിട്ടുന്നത്. എന്നിട്ട് പോലും പ്രവാചകന്റെ വാക്കിലോ പ്രവൃത്തിയിലോ സ്വഭാവ പെരുമാറ്റങ്ങളിലോ അഹങ്കാരത്തിന്റെ നാമ്പ് പോലും, ഞാനൊരു വലിയ ആളാണ്, ഞാനൊരു വലിയ അറിവുള്ള ആളാണ്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാനൊരു പ്രവാചകനാണ് എന്ന ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ മനോഭാവം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് താഴ്ന്നു നിൽക്കാനാണ്, വിനയം കാണിക്കാനാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയണം എന്ന് പോലും പ്രവാചകൻ പഠിപ്പിച്ചു. ലാ തതറൂനി കമാ അതറത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം. നസ്വാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ കുറിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ പറയരുത്. എന്താ അവര് പറഞ്ഞത്? ദൈവമാണ്, ദൈവപുത്രനാണ് അല്ലേ? ഒരു പ്രവാചകനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റാത്ത വർത്തമാനങ്ങളും പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ ദൈവികമായ സ്ഥാനത്തേക്ക് അവർ എത്തിച്ചു. പ്രവാചകൻ പറയാണ്, ലാ തതറൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തി ആ നിലക്ക് പറയരുത്. കമാ തറത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ സംബന്ധിച്ച് നസ്വാറാക്കൾ പറഞ്ഞ പോലെ, ഇന്നമാ അന അബ്ദുൻ, ഞാൻ അടിമയാണ്, ഒരു അടിമയാണ് ഞാൻ. ഫഖൂലു, നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹിന്റെ അടിമയാകുന്നു ഇത്, അള്ളാഹിന്റെ റസൂലാകുന്നു ഇത് എന്നതിനപ്പുറം മറ്റൊന്നും നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. എന്താ കാരണം? അത് വിനയത്തിന്റെ ഭാഗമാണ്. അഹങ്കാരത്തിൽ നിന്നും മുക്തമായ, കിബിറിൽ നിന്നും മുക്തമായ നല്ല ഒരു മനസ്സിന് ഉടമയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നു. ആരോടുമില്ല ഈ വലുപ്പത്തരം കാണിക്കൽ, ആരോടുമില്ല. ഒരു സഹോദരി പ്രവാചകന് മുമ്പിൽ വരികയാണ്, എന്നിട്ട് പറഞ്ഞു, ഇന്ന ലീ ഇലൈക ഹാജ, റസൂലേ, എനിക്കും നിങ്ങളുടെ ചില ആവശ്യങ്ങളുണ്ട്, നിങ്ങളുടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയാണ്, ഇജ്ലിസി ഇജ്ലിസി ഫി അയ്യി ത്വരീഖിൻ ഫിൽ മദീന, മദീനയിൽ എവിടെ വേണമോ വിളിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാം. അജ്ലിസി ഇലൈക്, ഞാൻ അവിടെ വന്നിരിക്കാം, കേൾക്കാം നിങ്ങളുടെ പരാതി. ആരും കേൾക്കാത്ത രൂപത്തിൽ നിങ്ങളുടെ പരാതി രഹസ്യമായി കേൾക്കാൻ നിങ്ങൾ വിളിച്ചിടത്തേക്ക് ഞാൻ വരാം. ഞാൻ വലിയൊരാളാണ്, ഇങ്ങോട്ട് വാ എന്നല്ല. എന്നെ എന്താ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? ഇങ്ങോട്ട് വരൂ, ഞാനല്ലേ വലിയ ആള് എന്നല്ല. ഇതായിരുന്നു പ്രവാചകന്റെ വിനയം, പ്രവാചകന്റെ താഴ്മ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറഞ്ഞു, ലൗ ഉഹ്ദിയ ഇലയ്യ ഖുറാഉൻ, എനിക്ക് ഒരാൾ ഒരു എല്ല് കൊണ്ട് കറി വെച്ച്, എല്ലുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ആ എല്ല് എനിക്ക് തന്നാലും ലഖബിൽതു, ഞാനത് സ്വീകരിക്കും. നമ്മളൊക്കെ ചില ആളുകളെ വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ, ഒരു സാധാരണക്കാരനായ പാവപ്പെട്ട ആളാണെങ്കിൽ ഒരു 1/2 കിലോ ചിപ്സ്, 1/2 കിലോ മിച്ചർ വാങ്ങിപ്പോവും. അത് കുറച്ച് വലിയ ആളാണെങ്കിലോ നമുക്ക് തന്നെ തോന്നും, എന്താ തോന്നുക, ഈ നേരത്തെ കൊണ്ടുപോയ ഈ മിച്ചറും ഈ ചിപ്സും അങ്ങോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിന് എന്താ തോന്നുക, അദ്ദേഹം കുറച്ചൊക്കെ ഉള്ള ഒരു ആളല്ലേ. അപ്പൊ ആളുകളെ നമ്മൾ ആ നിലക്ക് വേർതിരിച്ചു. എന്നാ അവരും ഇങ്ങോട്ട് തന്നെ ആ നിലയ്ക്ക് തന്നെ കാണുന്നത്. പ്രവാചകൻ പറയുന്നതോ, എന്റെ വീട്ടിലേക്കും നിങ്ങൾ എനിക്കൊരു എല്ലിൻ കഷ്ണം കൊണ്ടുവന്ന് തന്നാൽ ഞാനത് സ്വീകരിക്കും. വലൗ ദുഅയ്തു അലൈഹി ലഅജബ്തു, ആ എല്ല് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ, ക്ഷണിച്ചാൽ ഞാനത് ഭക്ഷിക്കാൻ അങ്ങോട്ട് വരും. ഇങ്ങനെ ഒരു മനുഷ്യനെ, ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്ത് മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്ന, എടുത്തു കാണിക്കാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളെ ലോകത്തൊരാൾക്കും കാണിക്കുക സാധ്യമല്ല. ആരെയും വെറുപ്പിക്കാത്ത, ആരെയും ദേഷ്യം പിടിപ്പിക്കാത്ത,
മാന്യതയുടെ, സ്നേഹത്തിന്റെ, ആദരവിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, നല്ല മനസ്സിന്റെ സമീപനം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ പ്രവാചകന് സേവനം ചെയ്തു. 10 കൊല്ലം. ആ ജീവിതത്തിൽ അദ്ദേഹം പറയാണ്, ഫമാ ഖാല ലി ഉഫിൻ ഖത്തു, ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നീ ആ ചെയ്തത് ശരിയായിട്ടില്ലടോ, ആ പറഞ്ഞ ശരിയല്ല എന്ന് നിനക്ക് ശകാരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല. വമാ ഖാല ലി ശൈഇൻ സനഅതുഹു ലിമ സനഅതുഹു, ഞാനൊരു പണി ചെയ്തിട്ട് നീ എന്തിനത് ചെയ്തു എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. വലാ ലി ശൈഇൻ തറക്തുഹു ലിമ തറക്തുഹു, ഒരു കാര്യം ചെയ്യാതെ വിട്ടേച്ചു പോയതിന്റെ പേരിൽ എന്തുകൊണ്ട് നീ ചെയ്തില്ല ചോദ്യം ചെയ്തിട്ടില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ. അനസ് റളിയല്ലാഹു അൻഹു സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ ഹദീസിൽ വരുന്നത്. ഇനി നോക്കൂ, മറ്റൊരു ഹദീസിൽ ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷ വലാ മുതഫഹിഷ വലാ സഖാബൻ ഫിൽ അസ്വാഖ് വലാ യജ്സിഉ ബിസ്സയ്യിഅ വലാകിൻ യഅഫു വയസ്ഫഹു. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ, മ്ലേച്ഛ സ്വഭാവത്തിന്റെ, മ്ലേച്ഛ പെരുമാറ്റത്തിന്റെ ആളായിരുന്നില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് നല്ല മാപ്പ് കൊടുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന. ആ ഹദീസിൽ തുടർന്ന് വരുന്നുണ്ട്, ജനങ്ങൾ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ, ഇങ്ങോട്ട് അപമര്യാദയായി പെരുമാറിയാൽ പോലും ആ തിന്മ കൊണ്ട് തിന്മയം നേരിടാതെ മാന്യമായി പ്രതികരിക്കുന്ന, മാന്യമായി സംസാരിക്കുന്ന, വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനുഷ്യരിൽ മാത്രം പരിമിതമായിരുന്നില്ല. പ്രവാചകന്റെ ഈ സ്നേഹവും, പ്രവാചകന്റെ ഈ ലാളിത്യവും, പ്രവാചകന്റെ ഈ മാന്യമായ പെരുമാറ്റവും അനുകമ്പയുമെല്ലാം മനുഷ്യരിൽ മാത്രം പരിമിതമായിരുന്നില്ല. മറിച്ച് സകലമാന ജീവജാലങ്ങളോടും ഈ സ്നേഹമുണ്ടായിരുന്നു. പ്രവാചകന്റെ മുമ്പിൽ ഒരൊട്ടകം നിൽക്കുകയാണ്. ഒട്ടകത്തിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. മെലിഞ്ഞൊട്ടിയ ഒട്ടകം. മുഅ്ജിസത്തിന്റെ ഭാഗമായി പ്രവാചകൻ മനസ്സിലാക്കി ആ ഒട്ടകം തന്നോട് പരാതി പറയുകയാണ്. പ്രവാചകൻ അതിന് ഉടമസ്ഥനെ വിളിക്കുകയാണ്. ആരാണ് ഈ ഒട്ടകത്തിന് ഉടമസ്ഥൻ? എന്തുകൊണ്ട് വെള്ളം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല? ഒരു ജീവിയുടെ കാര്യത്തിൽ പ്രവാചകന്റെ മനസ്സലിഞ്ഞു പോകുന്നു. സ്വഹാബി ഒരു ദിവസം പള്ളിയിലേക്ക് വരാ, കയ്യിൽ ചെറിയൊരു പക്ഷിക്കുഞ്ഞ്. ആ സ്വഹാബി പറഞ്ഞു, റസൂലേ, ഞാൻ വരുമ്പോൾ ഇതാ ഇങ്ങനെ കുഞ്ഞിനെ കിട്ടി, അതാ അവിടെ മുതൽ ഒരു തള്ളപ്പക്ഷി എന്റെ പുറകെ വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, വിട്ടേക്കൂ, എന്തിനാണ് ആ തള്ളപ്പക്ഷിയെ നിങ്ങൾ വേദനിപ്പിക്കുന്നത്? പ്രവാചകന്റെ സ്നേഹം മനുഷ്യരിൽ മാത്രം പരിമിതമല്ല, ജീവജാലങ്ങളിൽ മുഴുവൻ. അതുകൊണ്ടാണ് പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകമാണെന്ന് പറഞ്ഞ പ്രവാചകൻ, നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യത്തിന്റെ അംശം, ആ ഒരു സന്ദേശം നമ്മൾ ഏറ്റെടുക്കുക. എല്ലാ ജീവികളോടും, എല്ലാവരോടും, മനുഷ്യരോടും, മൃഗങ്ങളോടും എല്ലാം. പ്രവാചകൻ എതിർത്തു, നിങ്ങൾ കല്ലെടുത്തുകൊണ്ട് ജീവികളെ എറിയരുത്, കാരണം അത് വേട്ടക്ക് പറ്റൂല. കല്ലെടുത്ത എറിഞ്ഞാൽ കാലുമുറിയും, കണ്ണുപൊട്ടും, പല്ലുപൊട്ടും, വേട്ടക്കായ ജീവിയെ കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എറിഞ്ഞു പിടിക്കാൻ പാടില്ല, പ്രവാചകൻ നിരോധിച്ചു. അത് അവിടുത്തെ കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു. സഹോദരന്മാരെ, ജാമിയത്തുൽ ഹിന്ദിന്റെ കലണ്ടർ ഇവിടെ കൗണ്ടറിൽ ലഭ്യമാണ്. കലണ്ടർ സൗജന്യമായിട്ടാണ് നൽകുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാം. കഴിയുന്ന ആളുകൾ നമ്മുടെ സ്ഥാപനം എന്നുള്ള നിലക്ക് നല്ലതും സംഭാവനയായി നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നൽകുകയും ചെയ്യാം. അള്ളാഹു നമ്മുടെ സതുദ്യമങ്ങളെ, സൽപ്രവർത്തനങ്ങളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏതാനും ചില വഴികളിലൂടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ഹദീസിൽ പ്രവാചകന്റെ ദാനധർമ്മങ്ങളെ സംബന്ധിച്ച്, പ്രവാചകന്റെ മറ്റുള്ള വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ സംബന്ധിച്ച് ഒരു ഹദീസിൽ കാണാം. പ്രവാചകനെ കുറിച്ച് പറയാം, മാ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ഫഖാല ലാ. ആരെങ്കിലും വന്നിട്ട് പ്രവാചകനോട് വല്ലതും ചോദിച്ചിട്ട് ലാ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ലാ എന്ന വാക്ക്, തരില്ല, തരൂല, ഇല്ല എന്ന വാക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും പറഞ്ഞിട്ടില്ല.
അത് വരും. ചിലപ്പോൾ ഇല്ല എങ്കിലും ആ വരുന്ന ആളുകളെ വിഷമിപ്പിക്കാത്ത അവസ്ഥയിൽ പ്രവാചകൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന ആളുകളോട് സ്നേഹം കാണിച്ച പ്രവാചകൻ. അത്തന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫകല്ലമഹു, ഒരാൾ വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ സംസാരിക്കാൻ. ഫജഅല യർഅദു ഫറായിസുഹു, അദ്ദേഹത്തിന് കാൽമുട്ട് ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. കാരണം പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ റസൂലിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ റസൂൽ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കിസ്റയിലെയും അതേപോലെ കൈസറിനെ കുറിച്ച് കേട്ട ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കും എന്ന നിലക്ക് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാൽമുട്ട് വിറച്ചു. പ്രവാചകൻ പറഞ്ഞു, ഹൗവിൻ അലൈക്, ഹൗവിൻ അലൈക്. അതിന്റെ ആവശ്യമില്ല, നീ സമാധാനപ്പെട്, നീ ധൈര്യത്തോടു കൂടി നിന്നോ. കാരണം ഫഇന്നീ ലസ്തു ബിമലികിൻ, ഞാനൊരു രാജാവല്ല, ഞാൻ ആരാന്നല്ല, ഞാൻ ഏതവനാ എന്നല്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പെരുമാറ്റങ്ങൾ. ഞാനൊരു രാജാവല്ല, മറിച്ച് ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ തൗകുൽ ഖദീദ്, ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ മാത്രം ചിന്തകൾ, നന്മയുടെ മാത്രം വാക്കുകൾ, തിന്മയുടെ ചിന്തയില്ലാത്ത, വാക്കില്ലാത്ത, നോട്ടമില്ലാത്ത, പ്രവർത്തനമില്ലാത്ത ഒരു നേതാവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ വീട് എങ്ങനെയാ? പ്രവാചകന്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം, ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം ഹദീസുകൾ കൃത്യമായി പരാമർശങ്ങൾ വരുന്നു. കാന ബശറം മിനൽ ബശർ, കാന ബശറം മിനൽ ബശർ, മനുഷ്യരിൽ ഒരു മനുഷ്യനായിരുന്നു. ചില ഭർത്താക്കന്മാർ വീടുകളിൽ ഭാര്യമാരോട് എല്ലാ കാര്യങ്ങളും കൽപ്പിക്കലാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സ്വയം കുടിക്കാൻ പോലും തയ്യാറില്ലാത്ത ഭർത്താക്കന്മാർ. ഞാൻ കല്യാണം കഴിച്ചില്ലേ, ഇനി എന്താന്നാ? അങ്ങനെ നിങ്ങൾ കൽപ്പിക്കാനുള്ളവരല്ല അവർ. അവിടെ അതിൻ്റെതായ മാന്യതകളുണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്. നമുക്ക് ഒരു മാതൃക പ്രവാചകന് പഠിപ്പിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു പ്രവാചകനെ കുറിച്ച് പറയാ, പ്രവാചകൻ ഒരു മനുഷ്യനായ വീട്ടിൽ ജീവിച്ചു. യഫ്ലി സൗബഹു വയഹലിബു ഷാത്തഹു വയഖ്ദുമു നഫ്സഹു, സ്വന്തം കാര്യങ്ങളൊക്കെ കുറേ ചെയ്യും, ആടിനെ കറക്കും, വസ്ത്രം മലക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞിരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യകൂനു ഫീ മിഹനി അഹ്ലിഹി, ഫീ മിഹനി അഹ്ലിഹി, തന്റെ കുടുംബത്തിൽ ഭാര്യയെ സേവിച്ചുകൊണ്ടും ഭാര്യയ്ക്ക് ആവശ്യമായ ജോലികൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഭാര്യയോടൊപ്പം വീട്ടിലുണ്ടായിരുന്നു. വെള്ളം കോരാനും, മുറ്റമടിക്കാനും, പാത്രം വൃത്തിയാക്കാനും, അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്നു. ഫൈദാ സമി അൽ അദാൻ, ബാങ്ക് കേട്ടാൽ ഖറജ, പോയി. രണ്ടും വേണം. വീട്ടിൽ ആളില്ല എന്നല്ല, വീട്ടിൽ ഭാര്യ ഒറ്റക്കാണ് എന്നല്ല. എന്നാൽ ആ ഒറ്റക്കായ സന്ദർഭത്തിൽ ചെയ്തു കൊടുക്കേണ്ടതോ അത് ചെയ്തു കൊടുക്കുകയും വേണം. എന്നാൽ വൈദാ സമി അൽ അദാന, ബാങ്ക് കേട്ടാൽ ഖറജ, ഉടനെ പള്ളിയിലേക്ക് പോകും. എത്രമാത്രം ഉദാത്തമായ, എത്രമാത്രം മഹനീയമായ മാതൃക! പ്രവാചകന്റെ ആ വീടുകളിൽ, ഹുജറാത്തുകളിൽ ഒരു ഭാര്യയല്ല, പല ഭാര്യമാരുണ്ടായിരുന്നു. നമുക്കറിയാം, പ്രവാചകൻ മരിക്കുമ്പോൾ 9ഓളം ഭാര്യമാരുണ്ടായിരുന്നു. പരസ്പരം വേർതിരിവില്ലാതെ, അനീതി കാണിക്കാതെ, ഒന്നിപ്പിച്ചുകൊണ്ട്, സ്നേഹിപ്പിച്ചുകൊണ്ട്, ഐക്യത്തോടെ, സന്തോഷത്തോടു കൂടി ആ കുടുംബജീവിതം മുന്നോട്ട് പോയി. എന്തുകൊണ്ടാ? പ്രവാചകനായിരുന്നു ഭർത്താവ് എന്നുള്ളത് കൊണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിക്കും ഭാര്യമാർക്കിടയിൽ. എന്നിട്ട് പറയും, ഹാദാ ഖിസ്മി, അല്ലാഹുവേ, ഇത് എന്റെ വിഹിതമാണ്, ഇത് എന്റെ ഓഹരി വെക്കലാണ്, എന്റെ കഴിവിന്റെ പരിധിയിലുള്ള ഓഹരി വെക്കലാകുന്നു ഇത്. ഇവിടെ വല്ല പോരായ്മയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാഥാ, നീ എന്നെ പിടികൂടരുതേ, നീ എന്നെ ചോദ്യം ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാര്യയെ തോൽപ്പിക്കാൻ, ഒരു ഭാര്യയോടുള്ള വെറുപ്പ് തീർക്കാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ച ആളുകൾ. രണ്ടാമത് കല്യാണം കഴിക്കൽ തെറ്റാണ് എന്നോ പാടില്ല എന്നോ അല്ല പറയുന്നത്. ആവശ്യമെങ്കിൽ ആവാം, അത് ചിലപ്പോൾ അനിവാര്യവുമാകും, അത് വേറൊരു വിഷയം. പക്ഷെ ഒരു ഭാര്യയോടുള്ള വെറുപ്പ് തീർക്കാൻ, അവളെ തോൽപ്പിക്കാൻ, അവളെ അടക്കിയിരുത്താൻ മറ്റൊരുത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഭർത്താക്കന്മാരെ പ്രവാചകന്റെ മാതൃക പഠിക്കുക. ഞാൻ നീതി കാണിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുക റബ്ബിനോട്. എന്ത് പറഞ്ഞിട്ട്? അല്ലാഹുവേ, ഇത് എന്റെ നീതിയാണ്, ഇത് എന്റെ കഴിവിന്റെ പരിധിയിലുള്ള കാര്യമാണ്, അപ്പുറം വല്ലതും സംഭവിച്ചാൽ നീ പിടികൂടരുതേ നാഥാ. ആ റസൂൽ പഠിപ്പിച്ചു, ഒരു ഭാര്യയിലേക്ക് ആരെങ്കിലും ചെരിഞ്ഞുകൊണ്ട് ഒരുത്തിയെ ശ്രദ്ധിക്കാതെ അങ്ങനെ ജീവിച്ചാൽ
നാളെ പരലോകത്തവൻ ഒരു ഭാഗം ചെരിഞ്ഞുകൊണ്ടവൻ നാളെ ഖിയാമത്ത് നാളിൽ വരും. അത് പറഞ്ഞാൽ പോവുകയല്ല, തൻ്റെ ജീവിതത്തിൽ അത് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ മാനുഷികമാണ്, എന്തെങ്കിലും സംസാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. പ്രവാചകനും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി ഒരിക്കൽ നിൽക്കുകയാണ്. മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ നിന്ന് അല്പം കറി ഉണ്ടാക്കിയിട്ട് ആ കറിപ്പാത്രവുമായി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് തട്ടി. ആ കറിപ്പാത്രം ഒരു തട്ട്. ചെറിയ കുട്ടിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിക്ക് പിടിച്ച് ചുരുട്ടി മുഖത്തേക്ക് 4 കൊടുത്താൽ, ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ എന്താകും പിന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കറിപ്പാത്രം താഴെ വീണ് പൊട്ടിയപ്പോൾ റസൂല് പറയാ, നമ്മുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിരിക്കുന്നു. ഒരു തമാശ. ചില സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടതുപോലെ ഭർത്താക്കന്മാർ ഇടപെട്ടാൽ അവിടുത്തെ പ്രശ്നം തീരും. പ്രവാചകൻ മാതൃകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നമ്മൾ ഇന്നാൾ വാങ്ങിക്കൊടുന്ന വേറൊരു കറിപ്പാത്രമല്ല ഇവിടെ, അത് എടുത്തുകൊണ്ട് വന്നാ. ആയിഷ റളിയല്ലാഹു അൻഹ പോയിട്ട് ആ കറിപ്പാത്രം തുറന്നു കൊടുത്തു. നമുക്കിത് പേർക്ക് കൊടുക്കുകയല്ലേ, അവരെ പാത്രം ജീ പൊട്ടിച്ചില്ലേ, അത് കൊടുത്തു. പ്രശ്നം തീർന്നു. അങ്ങനെ കുടുംബങ്ങളിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഭർത്താവിന് തൻ്റെ കുടുംബത്തിൽ ഭാര്യമാർക്കിടയിൽ സാധിക്കുമെങ്കിൽ, നീതിപൂർവകമായി കൊണ്ടു നടത്താൻ സാധിക്കുമെങ്കിൽ ആവാം വിവാഹം. അതിനൊരു എതിർപ്പും ഇസ്ലാമിലില്ല. പക്ഷേ അവിടെ ഇത്തരം മോശമായ പെരുമാറ്റങ്ങളും മോശമായ സംസ്കാരങ്ങളും മറ്റുമെല്ലാം കടന്നു വന്ന് കുടുംബജീവിതം നശിപ്പിക്കാനും കാരണമായി തീരുമെങ്കിൽ ആ വ്യക്തി അതിലേക്ക് ഇറങ്ങരുത്. എല്ലാവരോടും അല്ല, അവൻ അതിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി. ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചു. ഒരു നല്ല ഭർത്താവായ പ്രവാചകൻ. നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഭാര്യമാരുടെ മുമ്പിൽ ഒന്നിങ്ങനെ താഴ്ന്നാൽ അതെനിക്ക് മോശമാണ്, ഞാനിങ്ങനെ കമാൻഡറായി നിൽക്കണം, ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ അല്ല. ഒന്നിച്ച് ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങളെ പോലെ സ്നേഹിച്ച് സഹകരിച്ച് കൊണ്ടും കൊടുത്തും അറിഞ്ഞും സഹകരിച്ചും അങ്ങനെ കഴിയേണ്ട ഭാര്യയും ഭർത്താവും. പ്രവാചകന്റെ മാതൃക അങ്ങനെയാണ് അല്ലേ? വിളിയിൽ പോലും ഉണ്ടാ സ്നേഹം. പ്രവാചകനെ ഒരിക്കൽ വിളിക്കുക റസൂല് ആയിഷയെ യാ ആയിഷു, നമ്മൾ വിളിക്കാറില്ലേ, യാ ആയിഷു, പൊന്നുമോളെ ആയിഷ. അത് സ്നേഹത്തിന്റെ സംസാരത്തിന്റെ രീതിയാണ്. അത് സന്തോഷം ഉണ്ടായപ്പോഴാ വിളിച്ചത്. എന്താ സന്തോഷം എന്നറിയോ? പ്രവാചകൻ അടുക്കലേക്ക് ജിബ്രീൽ വന്നിട്ട് പറയാണ്, റസൂലെ, നിങ്ങൾ പോയിട്ട് ആയിഷാടി എൻ്റെ സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം. ജിബ്രീൽ വന്നിട്ട് റസൂലിനോട്. ഇനി എന്താ അതിൽക്കുമല്ലേ വേറെ സന്തോഷം? ഓടിപ്പോയിട്ട് പറയാ, യാ ആയിഷു, അല്ലയോ ആയിഷ, ഹാദാ ജിബ്രീൽ യുഖ്രിഉക സലാം, നിന്നോട് ഇതാ സലാം പറഞ്ഞിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയോടും ജിബ്രീൽ സലാം പറയാൻ പറഞ്ഞ വേറെ ഹദീസിൽ സംഭവം കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു സ്നേഹം, ഈ ഒരു പെരുമാറ്റം എന്തുകൊണ്ടായിരുന്നു? ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിട്ട് താൻ മോശമായി ജീവിക്കല്ല, നല്ല നിലക്ക്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ അവരോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്, കുൻതു അശ്റബു, ഞാൻ വെള്ളം കുടിക്കും, വഅന ഹൈളുൻ, ഞാൻ ആർത്തവകാരിയായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഞാൻ ഒരു കപ്പിൽ നിന്ന്, ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കും. ഫൗരാബിലുഹുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാനത് പ്രവാചകന് കൊടുക്കും. ഫയലഉഫാഹു, അങ്ങനെ പ്രവാചകൻ തന്റെ വായ വെക്കും. അലാ മൗളിഇ ഫിയ, ഞാൻ എൻ്റെ വായ എവിടെ വെച്ചോ അവിടെ വെച്ചുകൊണ്ട് പ്രവാചകന് വെള്ളം കുടിക്കും. വേറെ ഗ്ലാസ് കൊണ്ടുപോയെന്നല്ല, ഗ്ലാസ് കഴുകിക്കൊണ്ടുപോയെന്നല്ല, ഞാൻ വെള്ളം കുടിച്ചു കൊടുത്ത ഗ്ലാസ് പ്രവാചകൻ കയ്യിൽ പിടിച്ച് എൻ്റെ ചുണ്ട് എവിടെ സ്പർശിച്ചോ അവിടെ തന്നെ പ്രവാചകൻ ചുണ്ട് വെച്ചുകൊണ്ട് കുടിച്ചിട്ടുണ്ട്. എനിക്കത് കാണിച്ചു തന്നു. എന്തിനാ? ആയിഷാനോട് സ്നേഹമുണ്ടെന്ന് അറിയിക്കാൻ. അതാണ് കുടുംബജീവിതത്തിലെ ഭർത്താവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതഅറഖുൽ അർഖ, ഞാൻ ചിലപ്പോൾ മാംസം കടിച്ചു വലിച്ച് തിന്നാറുണ്ട്. അങ്ങനെ മാംസം കഴിക്കുമ്പോൾ ഫയതനാവലുഹു, എൻ്റെ കയ്യിൽ നിന്ന് പ്രവാചകൻ അത് വാങ്ങും, ഞാൻ പ്രവാചകൻ അത് കൊടുക്കും. വയലഉഫാഹു അലാ മൗളിഇ ഫിയ, ഞാൻ എവിടെ കടിച്ചോ അവിടെ എൻ്റെ പ്രവാചകൻ കടിക്കാറുണ്ട്. അല്ലേ? ഭാര്യമാരോട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു ഉരുള ഭക്ഷണം എടുത്ത് ഭർത്താവിൻ്റെ വായിൽ ഭാര്യയോ ഭാര്യയുടെ വായിൽ ഭർത്താവോ വെച്ചു കൊടുത്താൽ അത് അപമാനമായിട്ടല്ല കാണേണ്ടത്, പ്രവാചകന്റെ മാതൃകയാണത്. അത് കുട്ടികളെ മുമ്പ് നിന്നല്ല കേട്ടോ, അത് വേറെ വിഷയം. ഒറ്റക്ക് ഭാര്യയും ഭർത്താവുമുള്ള സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ കുടുംബജീവിതത്തിലും ഭക്ഷണത്തിന്റെ മേഖലയിലും എല്ലാം പ്രവാചകൻ ഭാര്യയേക്കാൾ ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞ് വിട്ടു നിന്നിട്ടില്ല. എന്നാൽ പുരുഷന് സ്ഥാനം എന്ന നിലക്ക് ഒരു സ്ഥാനം ഉണ്ട്. അത് ഭാര്യമാർ കണക്കിലാക്കുകയും വേണം, അത് അവർ കണക്കിലെടുക്കുകയും വേണം. ഭർത്താവ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇനി ഒന്നും പ്രശ്നമല്ല എന്ന നിലക്ക് തോളിലിരുന്ന് ചെവി തിന്നാൻ പാടില്ല, ചാടിക്കയറാനോ കയറി കൊത്താനോ പാടില്ല. ഭർത്താവ് അത് ചെയ്യുന്നത് അദ്ദേഹം പഠിച്ചു, ഇങ്ങനെയാ ചെയ്യേണ്ടത് മനസ്സിലാക്കി, അതുകൊണ്ടാണ്. അപ്പൊ ഭാര്യയും പഠിക്കുക, അവൾ ചെയ്യേണ്ട മര്യാദകൾ അവളും പാലിക്കുക. ഹദീസിൽ നോക്കൂ നിങ്ങൾ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ഇംറഅതൻ മിൻ നിസായിഹി സുമ്മ ഖറജ ഇല സ്വലാത്ത്. ഒന്നു എടുത്തിട്ട് പള്ളിക്കലേക്ക് പോകുമ്പോൾ മുമ്പിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മ കൊടുത്തു പോയി എന്നാ ചുരുക്കി പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണ്? അതൊരു മോശമുള്ള കാര്യമല്ല. ആ കുടുംബത്തിലെ സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ അതൊരു കാരണമായി മാറും. ആ പ്രവാചകൻ ഭാര്യയെ ഉമ്മ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി. വലം യതവല്ല, പിന്നെ ഉളു എടുത്തിട്ടില്ല. എൻ്റെ ഉളു മുറിഞ്ഞു എന്നില്ല, പിന്നെ ഉളു എടുത്തിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഭാര്യമാര് അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പിന്നെ ചോദിക്കുകയാണ് പിന്നെ പ്രവാചകനോട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, റസൂലെ നിങ്ങൾക്ക് ആരെ ഏറ്റവും ഇഷ്ടം? പ്രവാചകന്റെ മറുപടി, ഖാലാം ആയിഷ, ആയിഷയാണ്. ആ ആയിഷയും ഞാനും ഒന്നിച്ച് ഒരേ പാത്രത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആർത്തവകാരിയായി കുളിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരു ഭർത്താവ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാൽ ആ ജീവിതം നമുക്ക് എന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണമായി മാറും. ഇനി സഹോദരന്മാരെ, ആരാധനയിൽ ഇപ്പോൾ ഭാര്യമാരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നാൽ ആ സ്നേഹം ഇങ്ങനെ ദുനിയാവിൻ്റെ പേരിൽ മാത്രം അവളുടെ ഭംഗിയും അവളുടെ സൗന്ദര്യവും അതിൽ ആകർഷിച്ചിട്ടും ആ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുകയാണോ? അല്ല. ആ ഭാര്യമാരെ നമസ്കരിക്കാൻ ഉപദേശിക്കുന്നു, ആ ഭാര്യമാരെ ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഅന റാഖിദത്തുൻ മുഅതരിദത്തുൻ അലാ ഫിറാശിഹി ഫൈദാ അറാദ അൻ യൂതിറ ഐഖലനി. പ്രവാചകൻ റൂമിൽ വിത്ർ നമസ്കരിക്കും, രാത്രി നമസ്കാരം. വിത്റിന് സമയമായാൽ എന്നെ ഉണർത്തും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നമസ്കരിക്കുകയാണ്. അത് മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, ഭർത്താവ് നമസ്കരിച്ച് ഭാര്യയെ എണീപ്പിച്ച് അവളും നമസ്കരിച്ചാൽ അങ്ങനത്തെ ഭർത്താക്കന്മാരോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. ഒരു ഭാര്യ എണീറ്റ് നമസ്കരിച്ച് ഭർത്താവിനെ ഉണർത്തുകയാണ്, അവരോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഒരു ഭൗതികപരമായ സ്നേഹം ബന്ധവും മാത്രമല്ല, പരലോകത്തേക്ക് കൂടി ഉപകാരപ്രദമാകുന്ന നിലക്ക്. അതേപോലെ തന്നെ മക്കളോട്, കുട്ടികളോട്, സ്വന്തം മക്കളോടെന്നല്ല അങ്ങാടിയിൽ കാണുന്ന മക്കളോട് പോലും കണ്ടാൽ അസ്സലാമു അലൈക്കും സലാം പറയുന്ന പ്രവാചകൻ, ചെറിയ ചെറിയ കുട്ടികളെ എടുത്ത് ഉമ്മ വെക്കുന്ന പ്രവാചകൻ ഇങ്ങനെ ഇരിക്കും കാല് നീട്ടിയിട്ട്. എന്നിട്ട് പറയും, ആരാ എൻ്റെ അടുക്കലേക്ക് ഓടി വരിക? മത്സരം നടത്തുക. കുട്ടികൾ ഓടി വന്ന് പ്രവാചകന്റെ കാലിലൂടെ കയറി നെഞ്ചുവരെ കയറാറുണ്ടായിരുന്നു. ആരുടേതാ? അഷ്റഫുൽ ഖൽഖായ പ്രവാചകന്റെ നെഞ്ചിലോട്ട് കുട്ടികൾ. അതാ കുട്ടികളോട് പ്രവാചകൻ കാണിച്ച സ്നേഹത്തിന്റെ ഭാഗമായി. ഈ ഒരു റഹ്മത്ത്, ഈ ഒരു സ്നേഹം ചിലപ്പോൾ മക്കളുടെ നല്ല ഭാവിക്ക് ഉപകരിക്കും. മക്കളോട് വെറും വാശിയും പിടിവാശിയും കൽപ്പനകളും കർശന നിയമങ്ങളും മാത്രമല്ല, സ്നേഹത്തിലൂടെയായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ആ ജാഫർ റളിയല്ലാഹു പിന്നെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് മക്കൾ വന്ന് മക്കളോട് ചോദിച്ചു നിങ്ങൾ വല്ല വിവരം അറിഞ്ഞിട്ടുണ്ടോ? ആ മക്കൾ പറഞ്ഞു, റസൂലെ ഞങ്ങളുടെ ഉപ്പ മരിച്ചു, ഞങ്ങളുടെ ഉപ്പ ഷഹീദായി. പ്രവാചകൻ ആ വാക്ക് കേട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മക്കളെ പ്രവാചകൻ തന്നിലേക്ക് അണച്ചു പിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് പറയാണ് അവിടെ കൂടിയ ആളുകളോട്, ജാഫറിന്റെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് പ്രയാസമുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ കരയേണ്ടടുത്ത് കരഞ്ഞു, ദുഃഖിക്കേണ്ടടുത്ത് ദുഃഖിച്ചു, ചിന്തിക്കേണ്ടടുത്ത് ചിന്തിച്ചു, പറയേണ്ടടുത്ത് പറഞ്ഞു, പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിച്ചു. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ മകനായ ഇബ്രാഹിം മരിച്ചു, എല്ലാ ആൺകുട്ടികളും മരിച്ച് പിന്നുണ്ടായ ഇബ്രാഹിം, ആ ഇബ്രാഹിം മരിക്കുകയാണ്.
മരിച്ച് ആ സന്ദർഭത്തിൽ അന്നും ഇതേപോലെ കരഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഐന തദ്മഅ വൽ ഖൽബു യഹ്സൻ, ഹൃദയം വേദനിക്കും, കണ്ണ് കരയും. പക്ഷേ അവിടെ കണ്ടോ ഒരു ആദർശം കൂടി പഠിപ്പിക്കുക, ലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബന, നമ്മുടെ റബ്ബിന് തൃപ്തിയില്ലാത്ത, റബ്ബിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. ഇബ്രാഹിമിന്റെ വേർപാടിൽ വേദനയുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയാൻ പാടില്ല. അതോടൊപ്പം ഒരു ആദർശം കൂടി പഠിപ്പിച്ചു. അതെന്താ? ഗ്രഹണം ബാധിച്ചു. ആളുകൾ പറഞ്ഞു, ചില മഹാന്മാർ മരിച്ചാലാണ് ഈ ഗ്രഹണം ബാധിക്കൽ, മഹാന്മാർ ജനിക്കുമ്പോഴാ. പ്രവാചകൻ തിരുത്തി കൊടുത്തു, അല്ല, അത് ആയത്താനിമിൻ ആയാത്തില്ല, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളും ഗ്രഹണം ബാധിക്കലും എല്ലാം. അത് വന്നാൽ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുക, അള്ളാഹോട് പ്രാർത്ഥിക്കാം, ഇസ്തിഗ്ഫാർ നടത്തുക എന്നതല്ലാതെ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്ധവിശ്വാസത്തിന്റെ മേഖലയെ പ്രവാചകൻ തിരുത്തി കൊടുക്കുക ചെയ്തത്. എൻ്റെ മോനല്ലേ, അത് വെച്ചിട്ടൊരു കളി കളിക്കാം എന്നല്ല. ഇനി ആ കുട്ടിന്റെ പേരിൽ ഒരു പൈതൽ ചാര ഉണ്ടാക്കിയിട്ട് അതൊരു ബിസിനസ്സിന്, നമ്മൾ തങ്ങളുടെ കുടുംബം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബിസിനസ്സിന്റെ മേഖലയാക്കുക അല്ല ചെയ്തത്. മക്കളെ ആ നിലക്ക് സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിലൂടെ ജനങ്ങൾക്ക് ഒരു ദീന് കൂടി പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചിട്ടുണ്ട് പ്രവാചകനും. കിത്അതു ഫലദത്തി, കരളിന്റെ കഷ്ണം എന്നാ പറഞ്ഞത്. ഫാത്തിമ നടക്കുമ്പോൾ പറയും, കണ്ടോ റസൂൽ പറയും, കണ്ടോ ഫാത്തിമാന്റെ നടത്തം കണ്ടോ, അവളെന്റെ മോളാണ്. കല്യാണം കഴിഞ്ഞിട്ട് പോലും ആ ഫാത്തിമയെ പ്രവാചകനും കാണാൻ പോകാറുണ്ട്, അവർ ആലിംഗനം ചെയ്യാറുണ്ട്. ഹദീസുകൾ കാണുവാൻ സാധിക്കും. ആ ഫാത്തിമയുടെ എന്താ പറഞ്ഞത്? മോളെ ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, പരലോകത്തെ നിനക്കൊന്നും ചെയ്തു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ പരലോകത്തെ വിട്ടുകൊണ്ടുള്ള ഒരു സ്നേഹം പ്രവാചകൻ മക്കൾക്കും നൽകിയിട്ടില്ല. അലിയും ഫാത്തിമയും കിടന്നുറങ്ങുമ്പോ രാത്രി വാതിലിൽ പോയി മുട്ടാണ്, അലാ തുസല്ലിയാൻ, തഹജ്ജുദ് നമസ്കരിക്കുന്നില്ല, എണീക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുകയാണ്. പേരക്കുട്ടി ബൈത്തുൽ മാലിലെ സകാത്തിന്റെ സ്വത്ത് വായിൽ പെട്ടപ്പോ, മോനെ കഹ്, തുപ്പിക്കളയ്, നമ്മൾ ആല് മുഹമ്മദ്, മുഹമ്മദിന്റെ കുടുംബം, സദക്ക നമുക്ക് പറ്റൂല, തുപ്പിക്കളയും മക്കളെ. ഇതായിരുന്നു പ്രവാചകൻ. ചെറിയ മക്കളെ സ്നേഹിക്കണം, പക്ഷെ ആ സ്നേഹം പരലോകത്തേക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അങ്ങനെയായിരുന്നു പ്രവാചകൻ ചെയ്തത്. ഇബ്നു അബ്ബാസ് എടുത്തു വന്നിരിക്കുമ്പോ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരിക്കുക. അപ്പൊ പറഞ്ഞു, മോനെ സമ്മില്ല, ബിസ്മി ചൊല്ലിക്കഴിക്ക്, കുൽ മിമ്മാ യലീക്, നിന്റെ മുമ്പിന്ന് കഴിക്ക്, കുൽ ബി യമീനിക്, വലതു കൈ കൊണ്ട് കഴിക്ക്. നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ വേറെ വിഷയം, നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ മതി. ഇതാ ഇബ്നു അബ്ബാസിന് അഖീദ പഠിപ്പിച്ചു കൊടുത്തു. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹനെ സൂക്ഷിച്ചാൽ നിന്റെ പ്രയാസ പ്രതിസന്ധി സന്ദർഭങ്ങളിലൊക്കെ അല്ലാഹു നിന്റെ മുമ്പിലുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം ചോദിച്ചാൽ അല്ലാഹുവോട്, പ്രാർത്ഥിച്ചാൽ അല്ലാഹുവോട്. അപ്പൊ ഈ നിലക്ക് ചെറിയ ചെറിയ മക്കൾക്ക് പോലും അഖീദയും തൗഹീദും ദീനും ആദർശവും പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പ്രഭാഷണം നിർവഹിക്കാൻ താജുദ്ദീൻ സ്വലാഹി എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് നമ്മുടെ ജീവിതമാക്കി നമ്മൾ മാറ്റണം. അയൽവാസികളോട് പെരുമാറേണ്ട രീതികളുണ്ട്, കുടുംബത്തിൽ പെരുമാറേണ്ട രീതികളുണ്ട്, സമൂഹത്തോട് പെരുമാറേണ്ട രീതികളുണ്ട്. പ്രത്യേകിച്ചും നമ്മളൊക്കെ പ്രബോധകന്മാരാണ്. നമ്മളൊക്കെ പ്രബോധകന്മാർ എന്ന നിലക്ക് സമൂഹത്തോട് നമുക്കൊരു ബാധ്യതയും അവരോട് പെരുമാറേണ്ടുന്ന രീതികളുമുണ്ട്. പ്രവാചകൻ ആളുകൾ എതിർത്തിട്ടുണ്ട്, കാരണം പ്രവാചകൻ പ്രബോധകനായിരുന്നു. പ്രവാചകനെ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, പ്രവാചകന്റെ വസ്ത്രം കീറിയിട്ടുണ്ട്, പ്രവാചകന്റെ തലക്ക് മുറിവേറ്റിട്ടുണ്ട്, മുൻപല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. പടച്ചവനെ എന്റെ ഖൗമിന് പുറത്തു കൊടുക്കും എന്നാ റസൂൽ പറഞ്ഞത്. നിങ്ങളെ നിന്ദിക്കട്ടെ എന്നല്ല. ഇപ്പോഴത്തെ ദായിമാർ അങ്ങനെയാ, നിന്നെ നിന്ദിക്കും, നീ അപമാനിക്കപ്പെടും. അതെ, ഇസ്ലാമിന്റെ മൻഹജ് സലഫിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പഠിച്ച് അത് പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്. കയ്യും കാലും കൊത്തി മുറിക്കും. സലഫിയത്ത് കൂടിപ്പോയപ്പോഴുള്ള ദോഷ. അങ്ങനത്തെ സലഫിയത്ത് വേണ്ട. കയ്യും കാലും കൊത്തിമുറിക്കുമെന്ന് അതൊരു സുന്നിയല്ല. ഒരു സമസ്തക്കാരനോ ഒരു ജമാഅത്തുകാരനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോ അല്ല. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, സഹോദരന്മാർ, നമ്മുടെ ഖുതുബ കേൾക്കുന്ന യുവാക്കൾ, സഹോദരങ്ങൾ പറയാ കാല് കൊത്തി മുറിക്കും. എന്തിനാ? സലഫിയത്ത് കൂടിപ്പോയതാ. പരിപൂർണ മുസ്ലിം ആകുക, എന്നിട്ട് സലഫിയത്തിലേക്ക് നമുക്ക് വരാം.
അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എന്നെ ഖൗമിനെ പുറത്തു കൊടുക്കൂ അല്ലാഹുവേ, അവർ അറിയാത്തവരാണ് എന്ന് പ്രാർത്ഥിച്ച പ്രബോധകന്മാർക്ക് നേതൃത്വം കൊടുത്ത പ്രവാചകന്റെ മാതൃക നമ്മുടെ പ്രബോധനത്തിൽ വേണം. പ്രബോധനം ഗുണകാംക്ഷയായിരിക്കണം. സമൂഹത്തോടുള്ള സ്നേഹം, അവർ സത്യം മനസ്സിലാക്കട്ടെ എന്നുള്ള നിലക്ക്, അവർ ദീൻ അറിയട്ടെ എന്നുള്ള നിലക്ക്, അവരുടെ പരലോകം രക്ഷപ്പെടട്ടെ എന്നുള്ള നിലക്ക്, അങ്ങനെ ആ ഗുണകാംക്ഷയോടുകൂടി ഒരു പ്രബോധകൻ പ്രവാചകനെ പോലെ നമ്മൾ ആയാൽ പിന്നെ അവിടെ കളവ് പറയേണ്ടി വരില്ല, പിന്നെ അവിടെ ചാരപ്പണിയുടെ ആവശ്യം വരില്ല, പിന്നെ അവിടെ മുനാഫിക്കിന് സ്വഭാവം കാണിക്കേണ്ടി വരില്ല, പിന്നെ കളവുകൾ പറയേണ്ടി വരില്ല, ഇല്ലാത്തതും കളവുകളും വൃത്തികേടുകളും പറയേണ്ടി വരില്ല. എപ്പോ ഗുണകാംക്ഷയുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞ ദീന്, ഞാൻ അറിഞ്ഞ പ്രമാണം, ഞാൻ അറിഞ്ഞ തൗഹീദ്, ഞാൻ അറിഞ്ഞ സുന്നത്ത്, പരലോക വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ എൻ്റെ സമൂഹം അറിയട്ടെ എന്നുള്ള ആ ഒരു ഗുണകാംക്ഷയാണ് പ്രബോധകന്റെ മനസ്സിലുള്ളതെങ്കിൽ അവിടെ പാറയില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ഭീഷണികളില്ല, തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ദഅവത്ത് നടത്തുന്നത് അല്ലാഹുവിന് വേണ്ടി. ഖുർആൻ പറഞ്ഞില്ലേ, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുമിനു ബിഹാദൽ ഹദീസ് യസഫാ. ഈ പറയുന്ന ആദർശം ജനങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ള കാരണത്താൽ സ്വന്തത്തെ പോലും അപകടത്തിൽപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് റസൂൽ എത്തി. അതെന്താ? അത് വാശി തീർക്കലല്ല, അത് മക്കത്തുള്ള ആരോടെങ്കിലുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതല്ല. മറിച്ച് ഈ ജനങ്ങൾ തൗഹീദ് മനസ്സിലാക്കിയില്ലെങ്കിലും ദീൻ ഉൾക്കൊള്ളില്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത് കഠോരമായ കത്തിച്ചൊലിക്കുന്ന നരകമാണല്ലോ, അതിലേക്ക് എൻ്റെ ഈ സമൂഹം പോകരുത്, ഈ ഉമ്മത്ത് പോകരുത് എന്നുള്ള പ്രവാചകന്റെ ആ ആത്മാർത്ഥമായ ചിന്ത, അതാണ് തീയിലേക്ക് പോകുന്ന പാറ്റകളെ പോലെ എന്ന ഉദാഹരണം റസൂൽ പറഞ്ഞത്. പിടിച്ചു വലിക്കുക, ആ പിടിച്ചു വലിക്കുന്ന മനസ്സ്, ആ പിടിച്ചു വലിക്കുന്ന ചിന്ത, ആ പിടിച്ചു വലിക്കുന്ന നിയ്യത്ത്, അതാണ് ഒരു പ്രബോധകന് വേണ്ടത്. അതിന് തെറ്റിയാലോ അപ്പോഴാണ് കയ്യും കാലും കൊത്തിമുറിക്കല് വരിക, അപ്പോഴാണ് നീ നിന്ദിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള സംസാരങ്ങളൊക്കെ വരിക. അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ, അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തും. പ്രവാചകനെ വേദനിപ്പിച്ച ആളുകളുണ്ട്, പ്രവാചകനെ കഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്. പ്രവാചകൻ നടന്നു പോകുമ്പോൾ പ്രവാചകന്റെ ചുമലിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ഒരു മുണ്ടുണ്ടായിരുന്നു എന്നാ. ആ മുണ്ട് പിന്നെ സ്വഹാബി പറയാം, ഒരാൾ വന്ന് ഒരൊറ്റ വലി കൊണ്ട് വലിച്ചു. യാ മുഹമ്മദ് മുർ മിൻ മാലില്ലാഹി അല്ലദി ആതാക്, നിനക്ക് അല്ലാഹ് തന്ന സ്വത്തിൽ നിന്ന് എനിക്ക് തരാളാണ് കൊണ്ട, അത് തരാൻ പറയുവരോട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തോളിലെ മുണ്ട് കിട്ട് വലിക്കുക. സ്വഹാബി പറയാം, ഞാൻ നോക്കുമ്പോൾ അത് വക്ക് പരുക്കനായൊരു മുണ്ടായിരുന്നു. പ്രവാചകന്റെ ചുമലിൽ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഞാൻ തരാൻ വിചാരിച്ചു, ഇനി തരുന്നല്ല എന്നല്ലേ. റസൂൽ പറഞ്ഞു ഫളഹിക, ആ മനുഷ്യനെ നോക്കി ചിരിച്ചിട്ട് പറയാണ്, അവന് കൊടുക്കേണ്ടത് കൊടുക്ക്, അവന് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നാ പറഞ്ഞു. മറ്റൊരിക്കൽ ഒരു ജൂതൻ വന്നിട്ട് പ്രവാചകനെ കോളറിൽ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറയാം, മുഹമ്മദേ നീ എനിക്ക് കടം തരാണ്ട്. പ്രവാചകൻ സ്വല്പം കടം വീട്ടാണ്ടായിരുന്നു. ആ കടം വീട്ടാൻ വേണ്ടി എൻ്റെ പണം കൊണ്ടാ എന്ന് പറഞ്ഞ് കോളർ പിടിച്ച് വലിച്ചപ്പോൾ മഹാനായ ഉമർലാൻ എടുത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ ചെയ്യാറായി എന്നാണ് ഹദീസിലുള്ളത്. പ്രവാചകൻ പറയാ, ഉമറെ ഇപ്പോൾ നിന്റെ സമീപനവും അല്ല ഇവിടെ വേണ്ടത്, ഇയാളുടെ സമീപനവും അല്ല വേണ്ടത്, ഉപദേശമാണ് വേണ്ടത്. എന്താ ഉപദേശം? ആ കടം മാന്യമായിട്ട് വീട്ട് എന്ന് നീ എന്നെ ഉപദേശിക്ക്, ഇങ്ങനെ പെരുമാറല്ലേ എന്ന് ഇവനോടും ഉപദേശിക്ക്. ഉപദേശമാണ് വേണ്ടത്. ഓരോ സന്ദർഭങ്ങളിലും സംയമനത്തിൻ്റെ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ ഒരു സമീപനം ഒരു പ്രബോധകനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എങ്കിൽ സഹോദരന്മാരെ, ആ സന്ദേശം നമ്മൾ ഏറ്റെടുക്കുക. പ്രവാചകൻ നൽകിയ തൗഹീദാകുന്ന ഒന്നാമത്തെ സന്ദേശം. പിന്നെ പ്രവാചകൻ്റെ റിസാലത്ത്, ആ റിസാലത്തുമായി പ്രവാചകത്വമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രവാചകൻ്റെ ജീവിതത്തിലെ ദർശനങ്ങൾ, ശേഷം പരലോകമാകുന്ന ആഖിറത്ത്, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, തൗഹീദും റിസാലത്തും ആഖിറത്തും. ആ റിസാലത്തിലാണ് ജീവിതം മുഴുവനും, പ്രവാചകൻ്റെ ജീവിതവും മറ്റും എല്ലാം കടന്നു വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുക, അറിയുക. നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം പരലോകമാണ്. ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക. കൊല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അന്ന് ഒറ്റക്കാണ് വരിക. നമ്മൾ നമ്മുടെ നാവിന് നല്ലപോലെ സൂക്ഷിക്കുക. ഞാൻ വേദനയോടുകൂടി പറയാം, നിങ്ങൾക്ക് ആർക്കും എന്ത് തോന്നിയാലും കുഴപ്പമില്ല. എന്താണെന്നറിയോ, കള്ളപ്പന്നി എന്നൊരു പണ്ഡിതനെ കുറിച്ച് ആവർത്തിച്ച് പറയാം, സുഹൃത്തെ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയല്ലെന്ന് പറഞ്ഞപ്പോൾ പന്നി തന്നെയാണ് അയാൾ എന്നാണ്. അങ്ങനെ ഒരു സലഫിയത്തിൻ്റെ അങ്ങനെ ഒരു ആ നിലക്കുള്ള ഇൽമ് നമുക്ക് വേണ്ട. വേറൊരു വാക്കുകൂടി പറഞ്ഞിട്ട് ഇവിടെ പറയാൻ പറ്റൂല.
അതിൽക്കും ഗൗരവമുള്ള വാക്ക്. അത് വളരെ അനാവശ്യമായി ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് പറയാം. പന്നി പിന്നെ ഒരു മൃഗത്തിൻ്റെ പേരാണല്ലോ. ഇങ്ങനെ ഒരു ദീന്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യം മാറുകയാണ്. എൻ്റെ പരലോകം വിജയിക്കണം, അതിനാണ് ഞാൻ നോക്കുന്നത്, അതിനാണ് ഞാൻ കേൾക്കുന്നത്, അതിനാണ് ഞാൻ സംസാരിക്കുന്നത്, അതിനാണ് ഞാൻ ചലിക്കുന്നത്. എൻ്റെ എല്ലാം എൻ്റെ ഒരു സെക്കൻഡ് പോലും പരലോകത്തേക്ക് നഷ്ടം വരുന്നതാകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ ഒരു മുസ്ലിമിന് സാധിച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, പരാതികളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകും. അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഒരു മാർഗം വെച്ചു തന്നു. ആ മാർഗം പ്രവാചകനിലൂടെ പഠിപ്പിച്ചു. മഹജ്ജത്തുൽ ബൈളാ, സുന്ദരമായ നേർപ്പാത. അത് പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്നു. നമ്മുടെ ജീവിതം അതുപോലെയാക്കുക, വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ലക്ഷ്യം പരലോകമാക്കി ജീവിക്കുക. അപ്പോഴേ നമ്മുടെ മനസ്സും ബാക്കിയുള്ള എല്ലാ മേഖലകളും ശുദ്ധമായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാ ചലനങ്ങളിലും അല്ലാഹു തആല നമുക്ക് ഇഖ്ലാസും നല്ല നിയ്യത്തും ആത്മാർത്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ സംസാര വേളയിൽ ആർക്കെങ്കിലും പ്രയാസമുള്ള വേദനയുള്ള എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.